മധ്യുത്തര കേരളം മുതൽ അനന്തപുരിയുടെ ഹൃദയം വരെ ഗ്രാമങ്ങളും നഗരങ്ങളും കാതോർത്തിരിക്കുന്ന പ്രഭാഷണ കേരളത്തിന്റെ കുലപതി, സുന്നി യുവചേതനയുടെ ആവേശം, വിഘടിത സുന്നികളുടെ പേടിസ്വപ്നമായ അബ്ദുസമദ് പൂക്കോട്ടൂർ സദസ്സിന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സവിനയം സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷനും ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ അധ്യക്ഷനും കൂടിയായ സുഹൃത്ത് ഷറഫുദ്ദീൻ മൗലവി, ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ എസ് എം കെ തങ്ങൾ ബാഅലവി അവർ, വേദിയിലുള്ള എന്റെ ബഹുമാന്യ സുഹൃത്ത് കാസിം ഫൈസി, നമ്മുടെ വേദിയെ പ്രൗഢമാക്കുന്ന അഭിവന്ദരായ നൂറുദ്ദീൻ യമാനി, കെ എ ജാഫർ, മുസ്തഫ മുസ്ലിയാർ, ഉസ്മാൻ ഹാജി, ഉമർ ഹാജി, ഷിഹാബുദ്ദീൻ മാസ്റ്റർ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഷെരീഫ് ഫൈസി, നിയാസ് ഫൈസി, ഉമർ ബാക്കവി, തഖിയുദ്ദീൻ യമാനി, വി എ ഇസ്മായിൽ, കെ അബൂബക്കർ, കുഞ്ഞുബാവ, കെ എം ഹനീഫ്, കെ എച്ച് സിദ്ദീഖ് തുടങ്ങി സ്വാഗത പ്രഭാഷണം നിർവഹിച്ച പി കെ കുഞ്ഞിബാപ്പ സാഹിബ് അടക്കമുള്ള നമ്മുടെ ഈ മഹത്തായ ചടങ്ങിന് സാക്ഷികളായ പ്രിയപ്പെട്ട കാരണവന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. മരണമടഞ്ഞുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, വിശേഷിച്ച നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് വെച്ച് കണ്ടുമുട്ടി സന്തോഷം കൊള്ളുവാൻ പടച്ചറപ്പ് നമ്മെ തുറക്കുമാറാവട്ടെ. വളരെ പ്രയാസപ്പെട്ട് ഇത്ര നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഈ മഹത്തായ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സന്നിഹിതരാവുകയും ചെയ്ത പ്രിയപ്പെട്ട സംഘാടകരെയും സന്നിഹിതരായ പ്രിയപ്പെട്ട പ്രവർത്തകരെയും അർഹമുറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും വളരെ മനോഹരമായ ഒരു സദസ്സൊരുക്കിക്കൊണ്ട് ഈ പരിപാടി പ്രൗഢമാക്കാൻ മുന്നോട്ട് വന്ന് നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിലേക്ക് ആമുഖമില്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട മർമ്മം. അതുകൊണ്ട് തന്നെ മറ്റു വശങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ അവിടെ ഊന്നി നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാനേ ഞാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ നേരത്തെ കടന്നു വന്നിട്ടുണ്ട്. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണ് എന്ന രീതിയിൽ തൃശൂർ ജില്ലക്ക് അതിന്റെ പ്രത്യേകതയുമുണ്ട്. അവര് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം ഇവിടെ നിർവഹിക്കപ്പെട്ടിരുന്നു എന്നതാണ് ചരിത്ര സത്യം. പക്ഷെ അവരുടെ കടന്നു വരവോടുകൂടി നമ്മുടെ കൊച്ചു കേരളത്തിൽ
വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം കൂടുതൽ സുസാധ്യമായി നിർവഹിക്കാൻ, വ്യാപക പ്രബോധനം നിർവഹിക്കാൻ സാധിച്ചു. അവരാണ് നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ആക്കം കൂട്ടിയ മിഷണറികൾ. അതിന്റെ മുമ്പും ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടന്നിട്ടുണ്ട്. ഷെയ്ഖ് ലഹീറുദ്ദീൻ ഇബ്നു തഖിയുദ്ദീൻ എന്ന മഹാനടക്കമുള്ളവർ ആദമല കാണാൻ ഇതുവഴി കടന്നുപോയതും ഇവിടെ ഇറങ്ങിയതും ഇസ്ലാമിനെ കുറിച്ച് അന്നത്തെ രാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തതും ചന്ദ്രൻ വന്ന സംഭവത്തെക്കുറിച്ചൊക്കെ അരമനയിൽ ചർച്ച നടന്നതും അതുവഴി ഒരു രാജൻ ബാണപ്പെരുമാൾ ഇവിടുന്ന് ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി വിദേശത്ത് പോയതുമൊക്കെ ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്ന സത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല സംഘവും കടന്നു വരുന്നതിന്റെ മുമ്പേ കേരളത്തിൽ ദീനുണ്ട് എന്ന വസ്തുത അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ മഹത്തുക്കൾ കടന്നു വന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനം പള്ളികൾ നിർമ്മിക്കുകയും പള്ളികളിൽ കാദിമാരെ നിർമ്മിക്കുകയും ചെയ്തു. കാദിമാരെ നിയമിക്കുകയും പള്ളി നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ അവർ ഇസ്ലാമിന്റെ പ്രബോധനം ജനങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ആ പ്രബോധന പ്രവർത്തനത്തിന്റെ ശൈലിയായിരുന്നു ആദ്യകാലത്ത് ഇവിടെ വന്ന പ്രബോധകന്മാരൊക്കെ സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു ദേശത്ത് പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളിയിൽ ഒരു കാദി നിയമിതനാകും. ആ കാദി ജനങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കും. അത്തരമൊരു പ്രക്രിയ നമ്മുടെ കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നടന്നതായി പഴയകാല പ്രബോധന ചരിത്രങ്ങളും ഇന്ന് ലഭ്യമാകുന്ന ചരിത്ര രേഖകളും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ തെന്നിന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം കേന്ദ്രമായി വളർന്നു വന്ന പ്രദേശമാണ് ചാലിയം, പ്രത്യേകിച്ച് കോഴിക്കോട്. ആ കോഴിക്കോട് പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ പ്രമുഖരായ ചില കുടുംബങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ബാണപ്പെരുമാൾ ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹം ധർമ്മടത്ത് പോയി തിരിച്ച് ബേപ്പൂരിൽ വന്നുകൊണ്ടാണ് കപ്പൽ കയറി പോകുന്നത്. ധർമ്മടത്ത് പോയി തന്റെ സഹോദരി ശ്രീദേവിയെ കണ്ടുകൊണ്ട് ശ്രീദേവിയുടെ മകൻ കോഹിനൂറിനെയും കൊണ്ട് തിരിച്ച് കപ്പൽ അദ്ദേഹം ബേപ്പൂരിൽ കൊണ്ടുവന്ന് ബേപ്പൂരിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സാമന്തന്മാരായ 4-5 കുടുംബത്തിലെ പ്രമുഖ ഹിന്ദു നേതാക്കൾ അദ്ദേഹത്തിന്റെ കൂടെ പോയി എന്ന്, അവർ ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ രേഖകൾ മുഴുവൻ ഡോക്ടർ സി കെ റീം സാർ തപ്പിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കേരള മുസ്ലിം ചരിത്രത്തിന്റെ ആദ്യ ഭാഗത്ത് ഹിസ്റ്ററി ഓഫ് കേരള മുസ്ലിംസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡയറക്ടറി എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ മനോഹരമായി ചാലിയത്തു നിന്നും ബാണപ്പെരുമാളിന്റെ കൂടെ യാത്ര ചെയ്ത ആ മുസ്ലിം തറവാട്ടിലെ കാരണവന്മാരുടെ പേരും അവർ തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഉണ്ടായ പേരും വ്യക്തമായി രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഏതൊരു പഠിതാവിനും പഠിച്ചാൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വന്നതോടുകൂടി ചാലിയം ഒരു ഇസ്ലാമിക കേന്ദ്രമായി. അവിടെയാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല ഇവരുടെയൊക്കെ സ്വത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളി നിർമ്മിക്കുന്നത്. ആ പള്ളി നിർമ്മിച്ച് അവിടെ നല്ല ഒരു പള്ളി നിർമ്മിച്ചതോടുകൂടി അവിടെ ബഹുമാനപ്പെട്ടവർ തന്റെ പേരമകനെ തന്നെ കാദിയാക്കി. കാരണം ഇസ്ലാമിന് നല്ല വേരോട്ടമുള്ള ഒരു പ്രദേശമായി ചാലിയത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ഇസ്ലാം അവിടെ പ്രചരിക്കാൻ തന്റെ മകൻ തന്നെ കാരണക്കാരനാവട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി സൈനുദ്ദീൻ മദനി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ കാദിയാക്കി. മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടിയാണ് അവിടെ കാദിയായി വന്നത്. അദ്ദേഹത്തിലൂടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അവിടെ പ്രചരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കോഴിക്കോട് കാദിമാരുടെ ചരിത്രം പഠിച്ചു നോക്ക്. കോഴിക്കോട് കാദിമാരുടെ ചരിത്രത്തിൽ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട കാദി, ഒന്നാമത്തെ കാദി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി തങ്ങളാണെങ്കിൽ അവിടെ നിങ്ങോട്ട് പോന്നാൽ കോഴിക്കോട് കാദി പരമ്പരയിൽ പ്രോജ്വലനും പ്രമുഖനുമായ പല പണ്ഡിതന്മാരും കാദിമാരായി വന്നു. ആ കാദിമാരായ കൂട്ടത്തിൽ ചരിത്രത്തിലേറെ അറിയപ്പെടുന്ന പ്രമുഖ പണ്ഡിതൻ കാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് മുതൽ കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി കാദി മുതൽ ഫഖറുദ്ദീൻ റംദാനി ഷാലിയാത്തി തങ്ങൾ മുതൽ അറിയപ്പെടുന്ന പ്രോജ്വലനും പ്രമുഖനുമായ പല പണ്ഡിതന്മാരും കടന്നു വന്നു. കാദി മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്കറിയാം. അദ്ദേഹമാണ് ഫതഹുൽ മുബീൻ എഴുതിയത്, അദ്ദേഹമാണ് മുഹീദ്ദീൻ മാല എഴുതിയത്. വലിയ ആലിമായിരുന്ന അദ്ദേഹം. അദ്ദേഹത്തിന്റെ തസ്രീഫാത്തുകൾ കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു പണ്ഡിതനായിരുന്നു കോഴിക്കോട് കാദി കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി കാദി. മോയിൻകുട്ടി വൈദ്യർക്ക് ബദർ പടപ്പാട്ട് എഴുതുവാൻ തന്റെ പള്ളി ദർസിൽ മോയിൻകുട്ടി വൈദ്യത്തിന്റെ ബദറുൽ കുബ്ര പഠിപ്പിച്ചു കൊടുത്തത് മുഴുവൻ, അതിന് പ്രേരിപ്പിച്ചത് മുഴുവൻ കിൽസിന്റെ അകത്ത് അബൂബക്കർ കുഞ്ഞി കാദിയാണ് എന്ന് മോയിൻകുട്ടി വൈദ്യരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ പണ്ഡിതന്മാർ വലിയ സേവനമാണ് കേരളത്തിൽ നിർവഹിച്ചത്. ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു കാദിയായിരുന്നു, കോഴിക്കോട് കാദി കുടുംബത്തിലെ പ്രോജ്വലനായ ഒരു കാദിയായിരുന്നു ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റമദാൻ ഷാലിയാത്തി. അദ്ദേഹം കോഴിക്കോട് കാദിയായിരിക്കുമ്പോഴാണ് പൊന്നാനിയിൽ നിന്നും ഒരു മുതഅല്ലിം അദ്ദേഹത്തിന്റെ ദർസിലേക്ക് പഠിക്കാൻ വരുന്നത്. ആ മുതഅല്ലിം അവിടെ പഠിച്ചു, പിന്നെ വിദേശത്ത് പോയി ഹറമിൽ പഠിച്ചു. പിന്നെ അദ്ദേഹം നേരെ പോയി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്ന പ്രമുഖ നഗരങ്ങളിൽപ്പെട്ട ഒരു പ്രധാന നഗരമായ കെയ്റോ നഗരത്തിലെ അൽ അസ്ഗർ സർവകലാശാലയിൽ പോയി അവിടുന്ന് ഇൽമു പഠിച്ചുകൊണ്ട് തിരിച്ച് അദ്ദേഹം വന്നു. അദ്ദേഹമാണ് ഒന്നാമത്തെ മഖ്ദൂം അബൂ യഹിയ സൈനുദ്ദീൻ ബിൻ അലി എന്ന മഹാപണ്ഡിതൻ. ആ മഹാൻ പഠിച്ചത്
ആദ്യം അദ്ദേഹം ദർസ് വിദ്യാഭ്യാസം നേടുന്നത് കോഴിക്കോട്ട് പള്ളി ദർസിലാണ്. അങ്ങനെ തന്നെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. കോഴിക്കോട് ഖാദി കുടുംബത്തിലെ ഫഖറുദ്ദീൻ റമദാൻ തങ്ങളുടെ ദർസിൽ. അവിടുന്ന് ബഹുമാനപ്പെട്ടവർ ഹറമിൽ പോയി. അവിടുന്ന് പിന്നെ അസ്ഹറിൽ പോയി ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയൽ അൻസാരി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചു. മഹാനായ ഷെയ്ഖ് സക്കരിയൽ അൻസാരി തങ്ങൾ, ആ മഹാന്റെ ഖബർ ഇന്നും കെയ്റോയിൽ ഇമാം ഷാഫി തങ്ങളുടെ പള്ളിക്ക് സമീപം ഇമാം ഷാഫി തങ്ങളുടെ ഖബറിന്റെ വെളിപ്പാടകലുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം. കേരളത്തിലെ ഒരു വലിയ പണ്ഡിതനെ ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ഗുരുവര്യനാണ് അദ്ദേഹം. ഒരാഴ്ച മുമ്പ് ഒരു ബൈത്തുൽ മുഖദ്ദസ് യാത്രയിൽ എനിക്ക് ആ മഹത്തായ ഖബർ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അനുസ്മരിക്കുന്നു. അത്രയും വലിയ ചരിത്രാവശിഷ്ടങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പ്രദേശത്ത് പോയിട്ട് ഇൽമ പഠിച്ച് തിരിച്ചു വന്നു ഒന്നാമത്തെ മഹദൂം. ആ മഹാനുഭാവൻ വലിയ ഒരു ദർസുണ്ടാക്കി പൊന്നാനി. ആ പൊന്നാനി പള്ളി ദർസിന്റെ പ്രൗഢി ജാമിഉൽ അസ്ഹറിൽ അദ്ദേഹം എന്ത് കണ്ടുവോ അതനുസരിച്ചുള്ള ഒരു സിലബസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മഹത്തായ പള്ളി ദർസ് ക്രമീകരിച്ചത്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും ആളുകൾ വന്നു. കോഴിക്കോട്ടെ പള്ളി ദർസിനേക്കാൾ പ്രസിദ്ധമായ ഒരു പള്ളി ദർസായി പൊന്നാനിയിലെ പള്ളി ദർസ് മാറി. കോഴിക്കോട്ടെ പള്ളി ദർസ് ജനകീയമായിരുന്നില്ല. അത് പ്രധാനപ്പെട്ട ആളുകൾക്ക്, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ഇൽമ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു പള്ളി ദർസായിരുന്നു. പൊന്നാനിയിലെ ദർസ് ജനകീയമായിരുന്നു. ആ പൊന്നാനി പള്ളി ദർസിൽ ഒരുപാട് ആളുകൾ വന്ന് പഠിച്ച ഇൽമ നേടി നാനാഭാഗത്തേക്കും വിജ്ഞാന പ്രസരണം തുടങ്ങി. അവിടെ ബഹുമാനപ്പെട്ട രണ്ടാമത്തെ മഖ്ദൂം വന്നു. രണ്ടാമത്തെ മഖ്ദൂം വന്നപ്പോൾ ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ എന്ന് പറയുന്ന രണ്ടാം മഖ്ദൂം, അദ്ദേഹവും വിദേശത്ത് പോയി പഠിച്ച ഇൽമ നുകർന്നുകൊണ്ട് ഇവിടെ വന്ന ഇൽമ സമൂഹത്തിന് പകർന്നു കൊടുത്തു. ആ ദർസ് ഒന്നുകൂടി വിപുലമായി. ചുരുക്കത്തിൽ പൊന്നാനി പള്ളി ദർസിൽ പൊന്നാനി പള്ളിയുടെ മധ്യത്തിലുള്ള ആ തിരിയിട്ട് കത്തിക്കുന്ന ഒരു കൊച്ചു വിളക്കുണ്ട്. ആ വിളക്കിൽ നിന്നുള്ള തീനാളം കത്തിച്ചെടുത്തുകൊണ്ടാണ് സനദ് നേടിയവർ പുറത്തുപോയത്. അവരാണ് നാടിന്റെ നാനാഭാഗത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം നടത്തിയത്. ഈ വേദിയിലും ഈ സദസ്സിൽ നിർമ്മിക്കുന്ന ഓരോരുത്തരും പണ്ഡിതന്മാരല്ല, സാധാരണക്കാർ പോലും. അലിഫ് എന്നൊരക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഗുരുപരമ്പരയിലൂടെ നിന്ന് പരതി നോക്ക്. തന്റെ ഗുരുവിന്റെ 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 ഗുരുവിലൂടെ പോയി നോക്ക്. നമ്മുടെ ഇൽമ നേരെ ചെന്നെത്തും ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളിൽ. ആ മഖ്ദൂമിന്റെ പൊന്നാനിലെ വിളക്കത്തിന്റെ തിരുനാളത്തിലെത്തും നമ്മുടെ ഇൽമ. ഈ ഇരിക്കുന്ന ഏതൊരുവനുണ്ടെങ്കിലും ശരി, നമ്മുടെ ഇൽമിന്റെ പ്രഭ ചെന്നെത്തുന്നത് പൊന്നാനിന്റെ വിളക്കത്തെ തിരിയില്ല. ആ പൊന്നാനിലെ വിളക്കത്ത് നിന്ന് കത്തിച്ചെടുത്ത ഇൽമയെ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ ഗുരുവല്ലെങ്കിൽ ഗുരുവിന്റെ ഗുരു, അല്ലെങ്കിൽ ഗുരുവിന്റെ ഗുരു കത്തിച്ചു കൊണ്ടുപോകുന്നതാ. അപ്പൊ നമ്മുടെ ഇൽമ മുഴുവൻ പൊന്നാനിയിലെത്തും. പൊന്നാനിയിലേക്ക് ആ ഇൽമ വരുന്നത് കോഴിക്കോട്ടെ പള്ളി ദർസിലെ ഫഖറുദ്ദീൻ റമദാനി ശാലിയാത്തി തങ്ങളിലെത്തും. അവിടുന്ന് ആ പരമ്പരയിലൂടെ മേലോട്ട് പോയി ആ ഖാദി കുടുംബത്തിന്റെ സ്ഥാപക നേതാവ്, ആ പരമ്പരയുടെ തലപ്പത്തുള്ള ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മദനി എന്ന് പറയുന്ന മഹാനിലെത്തും. സൈനുദ്ദീൻ മദനി മാലിക് ഇബ്നു ഹബീബ് തങ്ങളുടെ പേരക്കുട്ടിയ. മാലിക് ഇബ്നു ഹബീബ് വഴി ആ ഇൽമ അങ്ങനെ കടല് കടന്നുപോയി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെത്തും. അപ്പോൾ നമുക്ക് ദീന് വന്നതിന് ഒരു താവഴിയുണ്ട്. നമ്മളിലേക്ക് പരിശുദ്ധ ദീൻ എത്തിയതിനൊരു തറവാടിത്തമുണ്ട്. ആ തറവാടിത്തത്തിന്റെ വഴിക്ക് ദീന് കിട്ടിയവരാ നമ്മള്. അതുകൊണ്ട് തന്നെ ഈ തറവാടിത്തം അനുസരിച്ചുള്ള ദീൻ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. മഖ്ദൂം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടം കഴിഞ്ഞ് ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ മഖ്ദൂം ഈ കാലഘട്ടവും അതുപോലെ തന്നെ മാലിക് ദിനാറിന്റെ കാലഘട്ടവും നമ്മളുടെ ബന്ധമാണ് ഞാൻ പറഞ്ഞത്. മാലിക് ഇബ്നു ദിനാർ തങ്ങൾ എന്തുകൊണ്ട് വന്നോ അതാണ് മഖ്ദൂമമാർ ഇവിടെ പഠിപ്പിച്ചത്. ആ ബന്ധം ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാണ്. രണ്ടാമത്തെ മഖ്ദൂം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് കൃത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ കാണാം 1583-ലാണ്. AD 1583. AD ക്രിസ്തുവിന്റെ മരണശേഷമുള്ള കണക്ക് 1583. ഇപ്പൊ 2013 ആയി. 1583 രണ്ടാമത്തെ മഖ്ദൂം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ശരിക്കും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുത്തുകൊണ്ട് രണ്ടാം മഖ്ദൂം പോയി. ആ രണ്ടാം മഖ്ദൂമിന്റെയും ഒന്നാം മഖ്ദൂമിന്റെയും കയ്യിൽ നിന്ന് ഇൽമ പഠിച്ച വലിയൊരു തലമുറ വലിയ വലിയ പള്ളി ദർസുകൾക്ക് അവിടെ നേതൃത്വം കൊടുത്തു. ബഹുമാനപ്പെട്ട വെളിയങ്കോട് മർക്കാദി തങ്ങള്, ഇബ്നു ഹിഷാമുൽ മരക്കാർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാർ, സാധാരണക്കാർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ജനകീയ പണ്ഡിതന്മാരായ ശുജായി മൊയ്ത മുസ്ലിയാർ മുതൽ കുഞ്ഞായി മുസ്ലിയാർ വരെ. രണ്ടാമത്തെ മഖ്ദൂം മരിച്ചു പോകുന്നത് കൃത്യമായി പറഞ്ഞ ഹിജ്റ വർഷം 991, ക്രിസ്തു വർഷം 1583. എന്നാ കേരളത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് 920. 920 1583 തമ്മിൽ അകലം എത്രയാ? 318 കൊല്ലം.
മഖ്ദൂമ മരിച്ചിട്ട് 300 കൊല്ലം കേരളത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. മഖ്ദൂമ പഠിപ്പിച്ചത് അങ്ങനെ കൊണ്ടുവരണം. 3 നൂറ്റാണ്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഒരു അഭിപ്രായ വ്യത്യാസം. 3 നൂറ്റാണ്ടിലധികം കേരളത്തിലെ മുസ്ലിങ്ങൾ ദീൻ ശരിക്കും മുറുകെ പിടിച്ചു. ഇവിടെ തർക്കണ്ടായിരുന്നു. അവര് മൗലിദ് ഓതിയില്ലേ? അവര് റാത്തീബ് ചൊല്ലിയില്ലേ? അവർ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചില്ലേ? അവര് ഖബർ സിയാറത്ത് ചെയ്തില്ലേ? അവര് ജുമുഅക്ക് 2 ബാങ്ക് വിളിച്ചല്ലോ. ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾ പിന്തുടരുന്ന മാർഗം മഖ്ദൂമ് പഠിപ്പിച്ചു കൊടുത്തു. ഖൗമ് പഠിച്ചു, ജനങ്ങൾ അത് പഠിച്ചു, പിന്നെയും പഠിപ്പിച്ചു. 3 നൂറ്റാണ്ട് കാലം തുടർന്നു. 920 വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിൽ എന്തേ ഉണ്ടായത്? ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നു ഈജിപ്ഷ്യൻ ചിന്തയുമായി. ഞാനതിന്റെ അടിവേരുകളിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്ക് ചരിത്രം മാത്രം നോക്കാം. അള്ളാഹുവിന്റെ തിരുദൂതർ എന്ത് പറഞ്ഞുവോ അതിവിടെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിന്റെ തിരുദൂതർ സമൂഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നു ഗൗരവത്തിലൊരു കാര്യം പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ ഗൗരവത്തിലൊരു കാര്യം പറയുമ്പോൾ ഹദീസിന്റെ തലക്കത്തിൽ ഒരു വാചകം ഉണ്ടാകും, അല. അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിഥ്ലഹു മഅഹു. എനിക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആനും തന്നു, വമിഥ്ലഹു മഅഹു. ഖുർആൻ പോലെ ചില കാര്യങ്ങളും എനിക്ക് പടച്ചറപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ സ്വഹാബത്തിനെ പഠിപ്പിക്കുന്ന എനിക്ക് അല്ലാഹു ഖുർആൻ തന്നു. അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിഥ്ലഹു മഅഹു. എനിക്ക് അല്ലാഹു ഖുർആനും തന്നു, അതുപോലെ വേറെ പലതും തന്നു. ഖുദ്സിയ ഹദീസില്ലേ? അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ നിർബന്ധ കർമ്മമായ 5 വക്ത നിസ്കാരം നേരത്തെ തങ്ങളിലൂടെ പറഞ്ഞല്ലോ. ഖുർആൻ നോക്കിയാൽ 3 വക്ത കിട്ടും. ഖുർആനിലൂടെ നമുക്ക് 5 വക്ത നിസ്കാരം കണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കണ്ടെടുത്താൽ തന്നെ അതിന്റെ സമയക്രമൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ പരിശുദ്ധ പ്രവാചകർക്ക് പഠിപ്പിച്ചു കൊടുത്തതാ ഇന്നി ഊതീതുൽ ഖുർആന വമിഥ്ലഹു മഅഹു. എന്നിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു, അലാ യൂശികു റജുലുൻ ശഅബാൻ യഖൂൽ. വയറ് നിറച്ച് ഉണ്ടിട്ട് ഒരാൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? കുറച്ചൊക്കെ സൗകര്യവും സംവിധാനവും വിദ്യാഭ്യാസം അതുപോലെ തന്നെ പണത്തിന്റെ പണപ്പൊക്കെ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു സൗകര്യമുള്ള കാലഘട്ടം പറയുമ്പോൾ പറയും, എളിഞ്ഞു നിന്നിട്ട് സ്റ്റേജിൽ കയറി പറയും എന്ത്? അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നു, അന്നത്തെ കാലത്ത് ഖൗമ് പറയും, എന്ത് പറയും? അലൈക്കും ബിഹാദൽ ഖുർആൻ ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലൂഹു ഫമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹറിമൂഹു. നിങ്ങൾ ഈ ഖുർആൻ മാത്രം മുറുകെ പിടിച്ചാൽ മതി. അലൈക്കും ബിഹാദൽ ഖുർആൻ ഫമാ വജത്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലൂഹു. ഖുർആനിലെ ഹലാലാണോ നിങ്ങൾ ഹലാലാക്കിക്കോ. ഫമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ ഫഹറിമൂഹു. ഖുർആനിലെ ഹറാമ് പറഞ്ഞോ, നിങ്ങൾ അതെടുത്തോ, അതിന്റെ അപ്പുറത്തേക്ക് നോക്കണ്ട. എന്നിട്ട് പരിശുദ്ധ പ്രവാചകർ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഇന്നമാ ഹറമ റസൂലുള്ളാഹി കമാ ഹറമല്ലാഹ്. അള്ളാന്റെ റസൂലാകുന്ന ഞാനൊരു കാര്യം ഹറാമാക്കിയാൽ അത് അള്ളാഹു ഹറാമാക്കിയതിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്തൊരു ഗൗരവമുള്ള വാക്കാണ്. ആ വാക്കിന്റെ ഗൗരവം നോക്കുങ്ങൾ. നമ്മുടെ ഇവിടെ വന്ന 921 ശേഷമുള്ള ആളുകളുടെ പ്രധാന വാദം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട വാദം, കൂടുതൽ 3 കാര്യം അവർ പറഞ്ഞത് മഹാപകടല്ലേ. അവരൊന്ന് പറഞ്ഞെന്താ? പ്രവാചകൻ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞു. അതിനെ പറയാൻ പാടില്ല. വഹിയല്ലാത്തൊരു അക്ഷരം സംസാരിക്കാത്ത, ദീനിന്റെ വിഷയത്തിൽ വഹിയല്ലാത്ത, മാ യന്തികുമിൽ ഹവാ ഇല്ലാ വഹിയും യൂഹ. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സന്ദേശം കിട്ടുന്ന ഒരു മനുഷ്യനെ സാധാരണക്കാരെന്ന് പറയാൻ പാടില്ല. പ്രവാചകന് തെറ്റുപറ്റുമെന്ന് പറഞ്ഞാൽ പ്രവാചകനെ പിന്തുടർന്ന് നമ്മൾ തെറ്റൂലേ? പ്രവാചകന് ജന്മദിനം ആഘോഷിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞാൽ അതത്ര വലിയ വിഷയമല്ല എന്നല്ലേ? പ്രവാചക പ്രസക്തി നഷ്ടപ്പെടുത്തിയാൽ അതിന്റെ ഗൗരവത്തിന് ഈ 3 വാക്കിലൂടെ പ്രവാചക പ്രസക്തി നഷ്ടപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് തന്നെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഉടനെ ചോദിക്കണ്ട അത് ബുഖാരിയിലുണ്ടോ? ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെന്താ ചോദിക്കുക? ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ചോദിക്കുക സ്വഹീഹുൽ ബുഖാരിയിലുണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്താ ചോദിക്കുക? എന്റെ സനദൊന്ന് നോക്കട്ടെ. നിങ്ങൾ വിചാരിക്കണം മറ്റേ സനദല്ല അവർക്ക് വരേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ഇവർ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഇവര് ശരിക്കും പരിശുദ്ധ ഖുർആൻ മാത്രം അവലംബിക്കണം എന്ന് പറഞ്ഞൊരു കൂട്ടർ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഇതുണ്ടാവുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് അത് ഇവിടെ ഉണ്ടായി. അതാണ് ഇവിടെ സംഭവിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർക്ക് അള്ളാഹ് കൊടുത്ത ഖുർആൻ പോലെയുള്ള ബാക്കി കാര്യങ്ങളിൽ വിശ്വാസം വന്നില്ല. അങ്ങനത്തെ ഒരു അഭിപ്രായ വ്യത്യാസം ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയുണ്ടായി? പൂർവ്വകാലത്ത് മഖ്ദൂമ് തങ്ങൾ പഠിപ്പിച്ച 3 നൂറ്റാണ്ട് ഖൗമ് കൊണ്ടുവന്നത് മുഴുവൻ തെറ്റായിപ്പോയി. അത് തെറ്റായി എന്ന് മാത്രമല്ല, നമ്മളിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ഇസ്ലാം എന്ന് പുറത്തുപോയി മുശ്രിക്കായി. നമ്മൾ ചെയ്ത ശിർക്കെന്താ? നമ്മൾ ഏറിപ്പോയാലും മക്കാമക്ക് ഒരു ദുആ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു മഹാനോട്
അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, ആ മഹാനെ മുൻനിർത്തിക്കൊണ്ട് പടച്ചറപ്പിനോട് ചോദിച്ചിട്ടുണ്ടാവും. ഈ പ്രവർത്തനം നമ്മൾ ചെയ്തു എന്നതിന്റെ പേര് നമ്മൾ ദീനിൽ അങ്ങോട്ട് പുറത്തുപോയി. ലോകം മുഴുവൻ നമ്മൾ സഞ്ചരിച്ചു നോക്കിയാൽ ജനങ്ങൾ മുഴുവൻ കാഫറ എന്ന പണിയാണല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കോ? നിങ്ങൾ പരിശുദ്ധ മദീനത്ത് ചെന്ന് നോക്കുക, റൗദ ഷരീഫിൽ എപ്പോഴും സിയാറത്താ. ജന്നത്തുൽ ബഖിയ തുറന്നാൽ എപ്പോഴും സിയാറത്താണ്. ഞാനിപ്പോൾ ഒരു സിയാറത്ത് യാത്ര നടത്തി തിരിച്ചു വരുമ്പോ ഞാൻ അത്ഭുതത്തോടെ ഓർക്കും, ഇമാം ഷാഫി തങ്ങളെ മക്കാമ ചെല്ലുമ്പോൾ ജനങ്ങളൊന്നായിട്ട് തിരക്ക് സിയാറത്ത്. നബീസുദ്ദീൻ മിസ്രി ഹബീബിന്റെ മക്കാമിന്റെ സിയാറത്ത്, ഇമാം ബൂസരി തങ്ങളെ മക്ബറയിൽ ഞങ്ങളൊരു സംഘം ചെന്നപ്പോ ബുർദ ചെല്ലാൻ സൗകര്യം ചെയ്തു, വിശാലമായി ബുർദ ചൊല്ലാൻ സൗകര്യം ചെയ്തു. അവളൊക്കെ പുറത്തു പോയത് എന്താ അതിന്റെയൊക്കെ ഗൗരവം? ലോകം മുഴുവൻ നടക്കുന്ന ഒരു സംഗതി, അത് ഇവിടുത്തെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം. അങ്ങനത്തെ ഒരു പ്രവർത്തനത്തെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന പ്രവർത്തനമായി മാറ്റിയിട്ട് അവർ നമ്മളെ മുഴുവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു നിർത്തി. അതിനവർ ഉപയോഗിച്ചതോ മക്ക മുശ്രിക്കീങ്ങൾക്ക് മേൽ ഇറങ്ങിയ മുഴുവൻ ആയത്തുകൾ. ഇതും പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, യദ്ഹബൂന ഇലാ ആയാത്തിൻ നസലത്ത് ഫിൽ മുശ്രിക്കീൻ. മുശ്രിക്കീകളെ മേൽ ഇറങ്ങിയ ആയത്തൊക്കെ അവർ തേടിപ്പോകും. യഹ്മിലൂനഹാ അലൽ മുഅ്മിനീൻ. ആ ആയത്തുകൾ മുഴുവൻ അവർ മുഅ്മിനീങ്ങളുടെ മേൽ ചുമത്തും. നമ്മളെ മേൽ ചുമത്തിയിട്ട് നമ്മളെ മുഴുവൻ മുശ്രിക്കാക്കി ദീനിൽ നിന്ന് പുറത്താക്കി. അങ്ങനത്തെ ഒരു ഗതികേട് വന്നപ്പോ, അന്നത്തെ ഒരു ഗതികേട് വന്നപ്പോ അള്ളാഹുവിന്റെ ദീനിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോ ഇതിനെ ശരിക്കും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വിവേചന പവറുള്ള ഒരു ടീം വരുന്ന, അതും പ്രവാചകർ പഠിപ്പിച്ചു. വരാൻ പോകുന്ന കാര്യമൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ഖായിമത്തും ബിഅംദില്ലാഹ്. അള്ളാഹുവിന്റെ ദീന്റെ ശരിയായ പാത മുറുകെ പിടിക്കുന്ന ഒരു ത്വായിഫത്ത്, ഒരു ഗ്രൂപ്പ് എന്റെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ആ ഉമ്മത്ത് ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ യമനിൽ നിന്ന് കടന്നു വന്ന ഒരു പണ്ഡിത കുടുംബത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കേരളത്തിന് വരദാനമായി നൽകിയ മഹാനായ സയ്യിദ് റഹ്മാൻ ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ സംഗതികളൊക്കെ ശരിക്കും വിലയിരുത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ ആലിമീങ്ങളുടെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നഫറല്ലാഹു മർകദഹുമ, അതുപോലുള്ള മഹത്തുക്കൾ, അവരെ മുഴുവൻ ഒരുമിച്ചുകൂടി ഈ വിഷയത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ചിന്തിച്ചു. ഒരു മക്ബറ സിയാറത്ത് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തു പോവുക, യാ ഓത്തുൽ അഅ്ലം എന്ന് വിളിച്ചാൽ അവൻ മുശ്രിക്കാവുക, തറാവീഹിന്റെ റക്അത്ത് കേവലം 8 ആവുക, ജുമഅയുടെ ബാങ്ക് കേവലം 1 മാത്രമാവുക. ഈ രീതിയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇന്ന് വരെ കേട്ടുകേൾവില്ലാത്ത പുതിയൊരു മതം കടന്നു വരുമ്പോ അത് ശരിയല്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ നമ്മുടെ കടമയല്ലേ എന്ന് വരക്കൽ തങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ ആ പ്രവർത്തനം സ്വകാര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും സംഘമായി നടത്തണമെന്ന് തീരുമാനിച്ചു. അവിടെ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകി. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നിർദ്ദേശാനുസരണം 1925 രൂപം കൊണ്ട് 26 സംഘടനാ രൂപത്തിലേക്ക് മാറിയ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹീതമായ സംസ്ഥാപനമായിരുന്നു. എന്തേ സമത്വ കൊണ്ട് ജനങ്ങൾക്ക് കിട്ടിയത് എന്ന ചോദ്യത്തിന്റെ മറുപടി, ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെവിടെയും ഇല്ലാത്ത വിധം കേരളത്തിലെ മുസ്ലിമീങ്ങളെ ദീനുൽ ഇസ്ലാമിന്റെ പന്ഥാവിൽ സംഘടിപ്പിച്ചു നിർത്താൻ സമത്വക്ക് കഴിഞ്ഞു. നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കും, നമ്മുടെ രാജ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൊന്നുമില്ലാത്ത ഒരു സംഘശക്തി മുസ്ലിങ്ങൾക്ക് ഇവിടെ ഉണ്ടായില്ലേ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു ദീനിയായ നവോത്ഥാനം കേരളത്തിൽ ഉണ്ടായില്ലേ? ആരാണ് കേരളത്തിൽ ഇതിന് നേതൃത്വം വഹിച്ചത്? ഒരു കാനേശുമാരി നടത്തി നോക്ക്, നിങ്ങൾ ഒരു ജനസംഖ്യ കണക്കെടുത്ത് നോക്ക്. ഈ സമൂഹത്തിന്റെ മഹല്ലത്തുകളുടെയും മതസ്ഥാപനങ്ങളുടെയും ഒരു കണക്കെടുക്ക്. നിങ്ങൾ 100 സ്ഥലങ്ങൾ സന്ദർശിച്ചാൽ അതിൽ 90 സ്ഥലവും സമത്വയെ അനുകൂലിക്കുന്നവരായിരിക്കും. കാരണം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കി വെച്ച ഒരു ആധിപത്യം, അത് ശരിക്കും ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ആധിപത്യമല്ല, ജനങ്ങൾ സ്വീകരിച്ച ഒരു അടയാളമാണ്. സമത്വം ഒരിക്കലും ജനങ്ങൾക്ക് മേൽ ആധിപത്യം ചുമത്തിയതല്ല, ജനങ്ങൾ സമത്വയെ സ്വീകരിച്ചതാണ്. എവിടെ കടന്നു നിന്നുകൊണ്ടും സമത്വയെ അംഗീകരിക്കണമെന്നല്ല പറഞ്ഞത്. ജനങ്ങൾ സമത്വയോട് നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിന്റെ പവിത്രത ഒന്ന്. രണ്ടാമത്തേത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ച മഹത്തുക്കളുടെ മഹത്വം. ഈ 2 കാരണം കൊണ്ടാണ് ആളുകൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്വീകരിച്ചത്. ഒന്ന്, സമത്വം ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ മഹിമ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നേർമുഖം, നേരായ ദീനിന്റെ പന്താവ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സമത്വം വന്നു. അതുകൊണ്ട് തന്നെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ ജനങ്ങൾ ശരിക്കും സ്വീകരിച്ചു. പൂർവികന്മാർ ചെയ്ത പ്രവർത്തനം എന്തോ അതേ സമത്വം ചെയ്തുള്ളൂ, പുതിയൊരു നയം സമത്വക്കില്ല. നമ്മുടെ കാരണവന്മാർ എന്തു ചെയ്തു അതുപോലെ മാത്രമേ സമത്വം ചെയ്തു. ഒരു പുതിയ മതം ജനങ്ങൾക്ക് മുമ്പിൽ സമത്വം പ്രചരിപ്പിച്ചിട്ടില്ല. ഒരു പുതിയ ചിന്ത സമത്വ ജനങ്ങൾക്ക് കൊടുത്തില്ല. മറിച്ച് സമത്വ ജനങ്ങൾക്ക് കൊടുത്തത് പൂർവ്വകാല പന്ഥാവ് അനുസരിച്ച് കൊണ്ട് ജീവിക്കണം. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊള്ളാൻ സമത്വ പറഞ്ഞു. ഭൗതിക വിദ്യ നേടണമെന്ന് പറഞ്ഞു.
മതവിദ്യക്ക് കോട്ടം തട്ടാതെ ഭൗതിക വിദ്യ നേടണമെന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ സമത്വം പ്രോത്സാഹിപ്പിച്ചു. സമത്വ കേരള ജംഇയ്യത്തുലമയുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ വരക്കൽ മുല്ലക്കോയ മുതൽ ബഹുമാനപ്പെട്ട ശംസുൽ അടക്കമുള്ള മഹത്തുക്കൾ ആംഗലേയ ഭാഷ നന്നായി കൈകാര്യം ചെയ്ത ആളുകളാണ്. ഇന്നതാ പട്ടിക്കാട് ജാമിയ നൂറിയ അറബി കോളേജിന്റെ വെളിപ്പാടകര ബിടെക് എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 200-ൽ പരം വരുന്ന അറബി കോളേജുകളിൽ പ്രധാനപ്പെട്ടവ നോക്ക് നിങ്ങൾ. ആ കോളേജുകളിലൊക്കെ നടത്തുന്ന സിലബസ് നോക്ക്. ജാമിയയുടെ ജൂനിയർ സിലബസ് UGC അംഗീകരിച്ച ഒരു ബിരുദം, പിന്നെ പണ്ഡിത ബിരുദം, ഫൈദി ബിരുദം. നമ്മുടെ സ്ഥാപനങ്ങളുടെ കണക്കൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. 9300 മദ്രസകൾ ഇന്ന് കേരളത്തിൽ സമത്വം നിർമ്മിച്ചു. ആ 9300 മദ്രസകളിൽ സമത്വയുടെ കുട്ടികൾ 10 ലക്ഷത്തിലധികം കുട്ടികൾ പഠിക്കുന്നു. 10 ലക്ഷത്തിലധികം കുട്ടികൾ. 1 ലക്ഷം മുഅല്ലിമീങ്ങളുണ്ട് സമത്വയുടെ കീഴിൽ. 1 ലക്ഷം മുഅല്ലിമീങ്ങൾ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ. 106ഓളം മുഫദ്ദിശുമാർ കൃത്യമായി പ്രവർത്തിക്കും. നിങ്ങളെ മദ്രസയിൽ ആണ്ടിൽ 2 തവണ ഒരു മുഫദ്ദിശ് വരും. നമ്മുടെ മദ്രസയും അതിന്റെ സംവിധാനം മനസ്സിലാക്കണം നിങ്ങൾ. സമത്വ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 9300 മദ്രസ. സർക്കാർ സ്കൂൾ പോലും അങ്ങോട്ടെത്തില്ല. നമ്മുടെ കേരളത്തിലാകെ 14500ഓളം സ്കൂളുകളേ ഉള്ളൂ. അതിൽ തന്നെ 70% വരുന്നത് പ്രൈവറ്റ് എയ്ഡഡ് സ്കൂളുകളാണ്. ഒന്നുകിൽ എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്വകാര്യ വ്യക്തികൾ കെട്ടിക്കൊടുത്ത സ്ഥാപനത്തിൽ നടക്കുന്ന സ്കൂൾ. ചില സ്കൂളിൽ സർക്കാർ ശമ്പളം മാത്രം കൊടുക്കും, ചില സ്ഥലത്ത് അംഗീകാരം മാത്രം കൊടുക്കും. ഒരു 4000 ചില്ലുവാനും സ്കൂള് മാത്രമേ ഗവൺമെന്റ് കെട്ടിടങ്ങളിൽ നടക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനത്തെ കടത്തിവിട്ടും വിധം വിപുലമായ സ്വന്തം കെട്ടിടങ്ങൾ ഒരു മദ്രസയും വാടക കെട്ടിടത്തിലില്ല, ഒരു മദ്രസയും സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലില്ല. ഒക്കെ വഖഫ് സ്വത്ത് ഈ ഉമ്മത്തിന്റെ മടിശീലിലെ പണമെടുത്ത് കൊണ്ടുണ്ടാക്കിയത്. അത്ര വലിയ വൈപുല്യമാർന്ന സംവിധാനത്തിലേക്ക് സമത്തെ ഉയർത്തിക്കൊണ്ടുവന്നതാരാ? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ സമത്വമില്ലാത്ത വേറൊരു സംഘടനയ്ക്ക് ഇത്ര മദ്രസയുണ്ട് എന്ന് കണക്ക് പറയട്ടെ? ഇത്ര മുഅല്ലിങ്ങൾ അവർക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് കണക്ക് പറയട്ടെ? നമ്മൾ കൃത്യമായി മുഅല്ലിം സർവീസ് രജിസ്റ്റർ എടുത്ത മുഅല്ലിങ്ങളുടെ കണക്ക് പറയുന്നു. 8 കോടിയോളം രൂപ ജമിയത്തുൽ മുഅല്ലിമീൻ ക്ഷേമനിധിയിൽ നിന്ന് സഹായം കൊടുത്തു. 8 കോടി രൂപ ഈ സമൂഹത്തിന് സഹായം കൊടുത്തു മുഅല്ലിമീങ്ങൾക്ക്. നിങ്ങളെ കയ്യിൽ നിന്ന് വല്ല പിരിവും എടുത്തോ? ആരോടെങ്കിലും അതിന്റെ പേരിൽ പിരിവ് നടത്താൻ സമത്വം വന്നോ? ഇത്ര വിപുലമായ സംവിധാനം സമത്വ കേരള ജമിയത്തുൽ ഉലമ എങ്ങനെ ഉണ്ടാക്കി? 2 കാരണം. 1, ഉയർത്തിപ്പിടിച്ച ആദർശത്തിന്റെ മഹത്വം. 2, കൊണ്ടു നടന്ന നേതാക്കളുടെ മഹത്വം. ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ കെട്ടിപ്പടുക്കുന്ന കാലത്ത്, ഈ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്ത് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ദുആ ചെയ്തുകൊണ്ട് സ്ഥാപിച്ചതിന്റെ പ്രസിഡന്റ് ആകുന്ന കാലത്ത് 1ാമത്തെ മുഷാവറയിൽ 26ാമത്തെ മെമ്പറായി. ആ മുഷാവറയിൽ ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ ദുആക്ക് ആമീൻ പറഞ്ഞ മഹാനാണ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നഫറല്ലാഹു മർക്കദ. ആ മഹാന്റെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദ് സമത്തയുടെ 1ാമത്തെ മുഷാവറയിൽ മെമ്പറാണ്. 1ാമത്തെ മുഷാവറയിൽ മെമ്പറായ കണ്ണിയത്ത് 1989 ജീവിച്ചിരിപ്പുണ്ട്. എന്താ കണ്ണിയത്തിന്റെ പ്രത്യേകത? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ പ്രത്യേകത, ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും കേട്ടുകേൾവിയുണ്ടാവും, അനുഭവിച്ചറിഞ്ഞ ആളുകളും ഉണ്ടാകും. ഞങ്ങളൊക്കെ കണ്ണിയത്ത് ഉസ്താദിന്റെ വെളിപ്പാടകലെ താമസിക്കുന്നവരായതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തെ കാണാനും ബന്ധപ്പെടാനും അവസരമുണ്ടായിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു പാരിതോഷികം അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ, കേവലം ഒരു 10 രൂപ ചുരുട്ടി കൊടുത്താൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 3 ചോദ്യങ്ങൾ ചോദിച്ച് അതിന് തൃപ്തികരമായ ഉത്തരം കിട്ടാതെ ആ പണം സ്വീകരിച്ച ഒരു ചരിത്രവുമില്ല. പരിചയമുള്ള ആൾ കൊടുത്താൽ സ്വീകരിക്കും. ഒരു പുതുമുഖം വന്നുകൊണ്ടൊരു 10 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുത്താൽ കണ്ണിയത്ത് ഉസ്താദ് 3 ചോദ്യം ചോദിക്കും. 1ാമത്തെ ചോദ്യം, നിനക്കെന്താണ് ജോലി എന്ന് പറഞ്ഞാൽ ഇവന്റെ ജോലി ഹലാലാണോ, ഏർപ്പാട് ഹലാലാണോ എന്ന് നോക്കുന്നത്. അതിന് ഉത്തരം ശരിക്ക് കിട്ടിയാൽ പിന്നെ ചോദിക്കും, നിനക്കെത്ര വരുമാനം, എനിക്കിത് തരാൻ മാത്രമുള്ള കപ്പാസിറ്റി ഓനുണ്ടോ എന്നാ നോക്കുന്നത്. 3ാമത്തെ ചോദ്യം, എന്തിനാണ് എനിക്കിത് തന്നത്, എന്നെ സ്വാധീനിക്കാനോ വല്ല കള്ളപത്രമേ വാങ്ങാനോ, എന്തിനാണ് എനിക്ക് തന്നത്? ഈ 3 ചോദ്യങ്ങൾക്ക് ശരിക്കും ഉത്തരം കിട്ടിയെങ്കിലേ കണ്ണിയത്ത് പണം സ്വീകരിക്കും. ഇല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദ് പണം സ്വീകരിക്കൂല. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാത്തു സൂക്ഷിച്ച വിശുദ്ധ വ്യക്തിത്വം അതാണ്. അദ്ദേഹത്തിന് ആരെന്ത് കൊടുത്താലും ശരി അങ്ങനെ അദ്ദേഹം പറയും. അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു പാരിതോഷികം കൊണ്ടുവന്ന് വെച്ചാൽ ചോദിക്കും, ഇതെന്തിനാ കൊണ്ടുവന്നത്, ഇതിനെത്ര രൂപയായി, നിനക്കെന്താ ജോലി, നിനക്കെന്താ വരുമാനം, ചോദ്യമാണ്. ഈ അനുഭവങ്ങൾ എത്രയോ ആളുകൾക്കുണ്ട്. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് മഹാനവറുകളെ തന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു, വീട് കൂടിയിരിക്കാൻ.
ചെന്ന് ക്ഷണിച്ച് കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് വീട്ടിൽ വരണം, ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണമാണ് വേണ്ടത്, ഞാനൊക്കെ ഉണ്ടാക്കുന്നു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വയറിങ്ങനെ തടവി കാണിച്ചു കൊടുത്ത ആ സുഹൃത്തിന് വയറിങ്ങനെ തടവി. ഈ പ്രായത്തിനിടയ്ക്ക് അഹമ്മദ് ഈ വയറ്റിലേക്ക് അറിഞ്ഞുകൊണ്ട് ഹറാമിന്റെ ഭക്ഷണം കടത്തിയിട്ടില്ല. ഹലാലായ ഭക്ഷണം തരുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനത്തെ ഒരു പണ്ഡിതനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനത്തെ പണ്ഡിതനാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ചത്. കാസർഗോഡിന്റെ തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. അവിടുത്തെ ആളുകൾ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് തുരുത്തിയിൽ ബഹുമാനപ്പെട്ട ഒരു മുദരിസായി, ഉമ്മമാരൊക്കെ ശരിക്കും മനസ്സിലാക്കണം. മുദരിസായിരിക്കെ അവിടെ ആ മഹല്ലത്തിലെ പ്രമുഖനായ ഒരു പണക്കാരൻ അഹമ്മദ് ആച്ചി മരണപ്പെട്ടു. കണ്ണിയത്ത് ഉസ്താദ് മയ്യത്തെടുക്കുന്ന സമയത്ത് ദ്വാരക്കാൻ വന്നു. ആ മഹല്ലിലെ ഖാദിയല്ലേ, അവിടുത്തെ മുദരിസല്ലേ. ദുആ ചെയ്യാൻ വന്നപ്പം അഹമ്മദ് ആജിയുടെ മൂത്ത മകൻ ഉസ്താദിന് കൊണ്ടുപോയിട്ട് ഒരു വാച്ച് കൊടുത്തു. ആ വാച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് എടുത്തോളൂ, ബാപ്പാക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഇത് ബാപ്പാന്റെ വാച്ചാണ്, ഉസ്താദ് എടുത്തോളൂ എന്നാണ്. ഉസ്താദ് ഈ വാച്ച് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദിന് വലിയ ശബ്ദത്തിലാ ചോദിക്കുക, സദസ്സെന്നാണെങ്കിലും എവിടുന്നാണെങ്കിലും. കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, മോനെ നിങ്ങൾ എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചു. ഞാൻ മൂത്ത മകനാണ്, ഇനി ഇത്ര മക്കളുണ്ട് എന്ന് പറഞ്ഞു. ഇളയ കുട്ടിക്ക് എത്ര പ്രായമായി എന്ന് ചോദിച്ചു. 10 വയസ്സാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. യതീമാന്ന് ഉറപ്പായി. കണ്ണിയത്ത് ഉസ്താദ് ഈ വാച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഈ കുട്ടീനോട് ചോദിച്ചു, യതീമായ നിന്റെ സഹോദരൻ അടക്കമുള്ള നിന്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിൽ അവകാശം, ഇത് അനന്തര സ്വത്താണ്. നിന്റെ സഹോദരി സഹോദരന്മാരുടെ പ്രത്യേകിച്ച് ആ യതീം കുട്ടിന്റെ അടക്കമുള്ള അവകാശം എനിക്ക് ഒന്നിച്ചു തരാൻ നിനക്കാരാ അധികാരം തന്നത് എന്ന് ചോദിച്ചു. ഇപ്പൊ കൊടുത്തു കുടുങ്ങി. കണ്ണിയത്തിനാണല്ലോ കൊടുത്തത്. സാധാരണ ഒരു മുസ്ലിംക്ക് കൊടുത്തെങ്കിൽ വേണ്ടിയിരുന്നില്ലാന്ന് പറഞ്ഞ കയ്യുമ കെട്ടി പോയിട്ട് സമയം കുറെ ഉണ്ടാവും. ഇത് കൊടുത്ത നാള് വേറെയാ. കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ച ചോദ്യത്തിന് അവൻ പതറിപ്പോയി. അനുജന്മാരുടെ അവകാശം മുഴുവൻ കൊടുക്കാൻ അവനെന്താ അവകാശം? അവസാനം ബന്ധുക്കളും അവന്റെ കാരണവന്മാരും അമ്മാവന്മാരൊക്കെ ബന്ധപ്പെട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഞങ്ങൾ കൊടുക്കും, ആ ഉസ്താദ് എടുത്തോളൂ, ഞങ്ങൾ അവർക്ക് വേണ്ട അവകാശം വീതിച്ചു കൊടുക്കാം. ഞങ്ങൾ തന്നെ ആരാന്നാ ചോദ്യം. ആരാങ്ങൾ? ഒരാള് വേണം. ഞാൻ കൊടുക്കുന്ന ഒരാളെ ഏറ്റെടുത്തു, നീ ഏറ്റവും ആ അക്കട പാടിക്ക് വീട്ടും, എന്നാ ഞാൻ എടുത്തു, കബൂലാക്കി. അപ്പോഴാ തോന്നുന്നത്. അങ്ങനത്തെ മനുഷ്യനെ കണ്ടോ നിങ്ങൾ? അതുകൊണ്ട് തന്നെ പടച്ചറപ്പിലേക്ക് ആ മഹാൻ 2 കയ്യും ഉയർത്തിയാൽ പടച്ചറപ്പ് ഉത്തരം കൊടുക്കുമായിരുന്നു. ആ മഹാന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്റെ നാട്ടിൽ വെടവണ്ണപ്പാറക്കടുത്ത് പുളിക്കലിന് ഇടവണ്ണപ്പാറക്കം ഇടയ്ക്കൊരു ഗ്രാമം. ഇന്നും ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഓർക്കുന്നു. കണ്ണിയത്ത് ഉസ്താദ് ദ്വാരക്കാൻ ചെന്നു. കണ്ണിയത്ത് ഉസ്താദ് ദുആ ആരംഭിച്ചു. ദുആ തുടങ്ങി. മഴയ്ക്ക് വേണ്ടിയാണ് ദുആ. മഴ കിട്ടാത്ത കാലത്ത് മഴയ്ക്ക് വേണ്ടി പ്രത്യേക ദുആ. ആ മഴയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു. ജനങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്നു. കണ്ണിയത്ത് ഉസ്താദ് ഉറക്കെ പറഞ്ഞു, മൈക്കിലൂടെ പറഞ്ഞു. ആളുകൾ കേട്ടു. മൈക്കുള്ളത് കണ്ണിയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, പഠിച്ചവനെ, ഞാൻ നിന്നെ കണ്ട് ദുആ ചെയ്തതാ, നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല. ആ വാചകം എല്ലാവരും കേട്ടു. കേട്ടവരൊക്കെ തിരിച്ചു വന്ന് അവിടെ ഇരുന്നു. നീ മഴ തരാതെ അഹമ്മദ് ഇവിടുന്ന് എഴുന്നേൽക്കൂല എന്നാ പറഞ്ഞത്. വല്ലാത്ത ഗൗരവല്ലേ? എന്ത് പറയണമെന്ന് സംഘാടകർക്ക് പോലും അറിയില്ല. സംഘാടകര് പോലും പതറിപ്പോയി. എല്ലാവരും അവിടെ വന്നിരുന്നു. കണ്ണിയത്തൊന്നും മിണ്ടുന്നില്ല, ആൾക്കാരൊന്നും മിണ്ടുന്നില്ല. സംഘാടകർക്കൊന്നും പറയാനും വയ്യ. മൈക്കെടുത്ത് വെച്ചു. ഒരു 5 മിനിറ്റ് മൂകത. അപ്പോഴേക്കും മേഘം ആ പ്രദേശത്തെ വലയം ചെയ്ത് ആ പ്രദേശത്ത് മൊത്തം വമ്പിച്ച മഴ. വേറെ എവിടെയും മഴയില്ല. സകല ആളുകളും കണ്ണിയത്ത് ഉസ്താദ് നനഞ്ഞിട്ടാണ് പോയത്. അന്ന് മഴ കൊണ്ട ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ പ്രദേശത്ത്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ പ്രദേശത്ത്. നിങ്ങൾക്ക് അവിടെ പോയാൽ കാരണവന്മാരുമായി സംസാരിച്ച് ബോധ്യപ്പെടാവുന്നതേ. അള്ളാഹുവിലേക്ക് കരമുയർത്തിയപ്പോൾ പടച്ചറപ്പങ്ങ് മഴ കൊടുക്കുക. അങ്ങനത്തെ കറാമത്തിന്റെ ഉടമയ, വിശുദ്ധ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ഒരു കളങ്കമില്ലാതെ ജീവിച്ച മനുഷ്യൻ, യാതൊരു തരത്തിലും കളങ്കമില്ലാതെ ജീവിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്ത് നിന്നപ്പോൾ ജനങ്ങളൊക്കെ അംഗീകാരം കൊടുത്തു. തുടക്കം മുതൽ മുഷാവറ മെമ്പറും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്ത് നമ്മൾ കാണുമ്പോൾ പ്രസിഡന്റും. അതുപോലെ തന്നെ സമത്വയെ നയിച്ച മറ്റൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്ര വലിയ കഴിവ് കൊടുത്തൊരു മഹാൻ. ഒരാളുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണ്ടേ? ആ മഹാനായ മനുഷ്യൻ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ പ്രിൻസിപ്പളായിരുന്നല്ലോ. അന്നുണ്ടായൊരു സംഭവം ഇന്നും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ അനുസ്മരിക്കും. ബഹുമാനപ്പെട്ടവർ അസറിന്റെ ശേഷം ചാരുകസേരയിൽ നിന്നുകൊണ്ട് വരാന്തയിൽ പത്രം വായിക്കും. ഗേറ്റ് കടന്നുകൊണ്ട് ഏതാനും കുട്ടികൾ അവിടെ ഓതിപ്പടിക്കുന്ന മുതഅല്ലിമീങ്ങൾ കടന്നു വരും. അവർ അസറിന് ശേഷം നടക്കാനിറങ്ങി അങ്ങാടിയിലൂടെ കടന്നുകൊണ്ട് ക്യാമ്പസിലേക്ക് വരിക. 5-6 പേര് നടന്നു വരുമ്പോൾ ഒരാളെ നോക്കിയിട്ട് ശൈഖുനെ വിളിച്ചു, അലവി ഇവിടെ വാ. ഒതുക്കുങ്ങൽ സ്വദേശിയായ അലവി നേരെ കണ്ടു വന്നു. അലവിയോട് ശൈഖുന നേരിട്ട് പറഞ്ഞു, നീ ഇവിടെ പഠിക്കണ്ടവനല്ല, നിന്റെ മുഖലക്ഷണം ശരിയല്ല, പെട്ടിയെടുത്ത് പോയിക്കോ. 3 വാക്ക്.
അലവി പോയി. പൂവല്ല നിവൃത്തില്ല, ഷെയ്ഖുനെ പുറത്താക്കി. ക്യാമ്പസിൽ മുഴുവൻ ചർച്ച, എന്തിനാണ് അലവിയെ പുറത്താക്കിയത്? അലവി ഒരു അച്ചടക്കരാഹിത്യമുള്ള കുട്ടിയല്ല, അലവി നല്ല ബുദ്ധിമാനാ, പിന്നെന്തിനാ പുറത്താക്കിയത്? ഇതിന് സാക്ഷികളായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഒരാഴ്ച മുമ്പ് പോലും ഞാൻ വെടിമുക്കിൽ ഇത് പ്രസംഗിക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്നു കഴുത്തല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് ചാടിക്കയറി പറഞ്ഞു, ഷെയ്ഖുന അത് പറയുമ്പോ ഞാൻ കോളേജിലുണ്ട്. അദ്ദേഹം പറഞ്ഞു അലവിയെ പുറത്താക്കി, ഒതുക്കുകക്കാരൻ അലവിയെ പുറത്താക്കി. അലവി എന്തിനാ പുറത്താക്കിയതെന്ന് ക്യാമ്പസിൽ ആർക്കും അറിയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ, ചില ആൾക്കാർ എന്തിനാ പുറത്താക്കിയെന്ന് അവർക്കറിയില്ല. അതാ കുഴപ്പം തന്നെ. ക്യാമ്പസിൽ ഒരു ചർച്ചയായി, ഷെയ്ഖുനായതുകൊണ്ട് ചോദിക്കാൻ വയ്യ. അങ്ങനെ അവസാനം അലവി വേറൊരു കോളേജിൽ ചേർന്നു, അഫ്ദലുൽ ഉലമ കോഴ്സ് പഠിച്ചു, പാസ്സായി. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ബുദ്ധി പഠിച്ചപ്പോൾ ആർക്കും കൊടുക്കും, ഇബ്ലീസിനും കൊടുത്തു നല്ല ബുദ്ധി. അലവി പാസ്സായി. അവന് ജോലി കിട്ടാൻ വേണ്ടി അവൻ നട്ടം തിരിയുന്ന സമയത്ത് പണം വേണം, പണം വാഗ്ദാനം ചെയ്തൊരു സംഘത്തിന്റെ പിടിയിൽപ്പെട്ടു. അവനവനെ മിഷണറിസം പഠിപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യമായി മഞ്ചേരി നഗരത്തിൽ മർക്കസുൽ ബിഷാറ തുറന്ന് മലബാറിലെ ആദ്യത്തെ ഫാദർ അലവിയായി അവൻ അവരോധിച്ചു. ഫാദർ അലവി, ക്രിസ്ത്യാനിസത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന അലവി. ജാമിയയുടെ ക്യാമ്പസിൽ അലവി ഗേറ്റ് കടന്നു വരുമ്പോൾ മുഖത്തൊക്കെ നോക്കിയിട്ട് 5 കൊല്ലം മുമ്പ് കൊണ്ട് ഇവൻ ഫാദർ ആകും എന്ന് അവന്റെ മുഖത്ത് നോക്കി വായിക്കാൻ പടച്ചറബ് കഴിവ് കൊടുത്തു. അതാണ് ഷെയ്ഖുനാ ശംസുൽ ഉലമ. അത് അത്ഭുതമൊന്നുമല്ല. അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ലൗലാ അന്ന ശയാതീന യഹൂമുന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂതിസ് സമാ. ആദം സന്താനങ്ങളായ നമ്മുടെ കൽബിന് പിശാചിന്റെ അധിനിവേശമില്ലായിരുന്നുവെങ്കിൽ, പൈശാചിക അധിനിവേശമില്ലാത്ത നല്ല ഒരു കൽബ്, കല്ലാബൽ റഅന അലാ ഖുലൂബിഹിം എന്ന് ഖുർആൻ പറഞ്ഞ കറപിടിക്കാത്ത കൽബ്, ആ കൽബ് നമുക്കുണ്ടെങ്കിൽ ലനദറു ഇലാ മലകൂതിസ് സമാ, പ്രാപഞ്ചിക രഹസ്യങ്ങളെ നോക്കിക്കാണാൻ പറ്റും. ഈ മനുഷ്യനെ കുറിച്ച് ലൗഹിൽ പടച്ചറബ് എന്താണ് എഴുതി വെച്ചത് എന്ന് നോക്കി പറയാൻ പറ്റും. അതാണ് ശരിക്കും പറഞ്ഞത്. നിങ്ങൾക്കറിയോ? അതാണ് മഹാനവരുടെ ഏറ്റവും വലിയ കഴിവ്. മർക്കസുൽ ബിഷാറ രൂഢമൂലമായ പ്രവർത്തനത്തിലൂടെ മിഷണറിസം നടപ്പാക്കിയപ്പോ എന്റെ നാട്ടിലൊക്കെ എനിക്കറിയാം, അറബി മലയാളത്തിൽ ബൈബിൾ ഉണ്ടാക്കിയിട്ട് ഈസാ നബിന്റെ ഇഞ്ചില എന്ന് പറഞ്ഞ വീട്ടിൽ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. എന്റെ വീട്ടിലൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട്. പഴയ തലമുറയിൽ കൊണ്ടുപോയി ഈസാ നബിന്റെ ഇഞ്ചില എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തത്. അറബി മലയാളത്തിൽ ബൈബിൾ അറബി മലയാളത്തിൽ എഴുതിയിട്ട് പ്രചരിപ്പിച്ച് വീട് വീടാന്തരം കൊടുക്കുക. ആളുകൾ ക്രൈസ്തവത്തിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങി. മഞ്ചേരിയിലെ പൗരാവലി ഷെയ്ഖുനാ ശംസുൽ ഉലമയെ വിളിച്ചു കൊണ്ടുവന്നു. മഹാനവർകൾ മഞ്ചേരിയിലും എടക്കലിലും ഒരു പ്രസംഗം നടത്തി. ലോഹയിട്ട പാതിരിമാരിങ്ങനെ നിരന്നിരിക്കുക. അവരുടെ മുമ്പിലേക്ക് അദ്ദേഹം ചില ചോദ്യങ്ങൾ അങ്ങ് എറിഞ്ഞു. ഷെയ്ഖുനാ വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഒരു ഫാദർ ഇസ്ലാം മതം വിശ്വസിച്ചുകൊണ്ട് കോളേജിൽ പഠിക്കാൻ വന്നിരുന്നു. അയാൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കോളേജ് കമ്മിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഉസ്താദുമാർ ചുമതലപ്പെടുത്തിയത് ഷെയ്ഖുനാ ശംസുൽ ഉലമയെ. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാമായി. ഈ ഫാദർക്ക് ഇസ്ലാമിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ മുസ്ലിമായി ശരിക്കും പ്രവർത്തിക്കുമ്പോൾ അയാളൊരു നന്ദി എന്ന വണ്ണം ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമക്ക് തനിക്ക് ഇസ്ലാം പഠിപ്പിച്ചതിന് പകരമായി ഒരു സുറിയാനി ഭാഷയുടെ ബൈബിൾ കൊടുത്തു. സുറിയാനി ഭാഷ അത്യാവശ്യം വായിക്കാനും പഠിപ്പിച്ചു. ആ ബൈബിൾ ഷെയ്ഖുനാന്റെ കയ്യിലുണ്ട്. ഷെയ്ഖുനാ ഈ ബൈബിൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് വടക്കരയിൽ പ്രസംഗം ചെയ്തു. ഇത് സുറിയാനി ഭാഷയുള്ള ബൈബിളാ. ഞെട്ടിപ്പോയി പാതിരിമാർ. അവർ സുറിയാനി ഭാഷയുള്ള ബൈബിൾ കണ്ടിട്ടില്ല. സുറിയാനി ഭാഷയുടെ ബൈബിൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ബൈബിളിൽ ഇന്ന കാര്യങ്ങളൊക്കെ ആണത് വായിച്ചാൽ കേൾപ്പിച്ചു. ഇന്ന പേജിൽ ഇന്ന രീതിയിലാ. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിൽ ഇങ്ങനെയല്ലല്ലോ. ആരാണ് ബൈബിളിൽ കൈകടത്തൽ നടത്തിയത്? നിങ്ങൾ സ്വയം എഴുതിയുണ്ടാക്കിയതല്ലേ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു. അവരത് എഴുതിയെടുത്തു. സഭയിൽ പോയി ചോദിച്ചു. സഭയിൽ പോയി ചോദിച്ചപ്പോ സഭയിൽ നിന്ന് നല്ലൊരു മറുപടി കിട്ടിയില്ല. പിന്നെയും ചോദിച്ചപ്പോ വത്തിക്കാനിലേക്ക് എഴുതിയിട്ട് പറയാന്ന് പറഞ്ഞു. വത്തിക്കാനിലേക്ക് എഴുതിയിട്ട് മറുപടി ഒന്നുമില്ല. അതിവരെ വഞ്ചിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായി. അപ്പോൾ പിന്നെയും ചോദിച്ചപ്പോ നടപടി വരുമെന്ന് പറഞ്ഞു. ചിലരൊക്കെ അടങ്ങി. അടങ്ങാത്ത ചിലരുണ്ടായിരുന്നു. അവരിൽ പ്രമുഖനായിരുന്നു കോട്ടയം ജില്ലക്കാരനായ തലമുറകളായി ഫാദറായി ജോലി ചെയ്യുന്ന, അച്ഛനും അച്ഛന്റെ അച്ഛനും ഒക്കെ ഫാദർമാരായി ജോലി ചെയ്യുന്ന ജോൺ മുണ്ടക്കൽ, ഫാദർ ജോൺ മുണ്ടക്കൽ. അയാൾ രാജിവെച്ചു. ലോഹ അഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് നീ മതം വേണ്ട. അയാൾ നേരെ ഷെയ്ഖുനാ ശംസുൽ ഉലമയുടെ മുമ്പിൽ വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ചെന്ന് കെലിമ ചൊല്ലി വിശ്വസിച്ച് ഷെയ്ഖുനാന്റെ ശിഷ്യനായി ഷെയ്ഖുനാന്റെ അടുത്ത് പഠിച്ച് ഇബ്രാഹിം മുണ്ടക്കൽ എന്ന പേരിൽ ഇന്ന് മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നു. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഷെയ്ഖുനയുടെ പ്രസംഗം ഉപകരിച്ചു. അള്ളാഹുവിന്റെ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ. ഒരു മനുഷ്യൻ നിന്റെ പ്രവർത്തനം കൊണ്ട് നന്നായാൽ, ഒരു മനുഷ്യൻ നിന്റെ പ്രവർത്തനം കൊണ്ട് നല്ലവനായാൽ അതിനുള്ള പ്രതിഫലം എന്താണ്? ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവിലുള്ള മുഴുവനും കിട്ടുന്നതിനേക്കാൾ അത് ഗുണകരമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഷെയ്ഖുനാക്ക് പടച്ചറബ് കൊടുക്കുന്ന കൂലിയുടെ അളവത്തിലേക്കുള്ള ആലോചിച്ചു.
അത്ര വലിയ പ്രതിഫലം പടച്ചുറപ്പ് വാഗ്ദാനം ചെയ്ത പ്രവർത്തനം ബഹുമാനപ്പെട്ടവർ ചെയ്തു എന്നുള്ള ചരിത്ര സാക്ഷിയല്ലേ? ആ മഹാൻ സമത്വ കേരള ജംഇയ്യത്തുൽ തലപ്പത്ത് നിൽക്കുന്ന കാലത്തല്ലേ നമ്മുടെ സമത്തെ പരിചയപ്പെടുന്നത്? ഈ ശൈഖുന ശംസുൽ ഉലമ സമത്തിന്റെ തലപ്പത്ത്, കണ്ണിയത്ത് ഉസ്താദ് സമത്തിന്റെ തലപ്പത്ത്, ഒരാൾ പ്രസിഡന്റ്, മറ്റൊരാൾ സെക്രട്ടറി. 989 കഥ. ആ 989 ഈ രണ്ടുപേരെ മാറ്റിയിട്ട് പിന്നെന്തിനാ പുതിയൊരു സംഘടന ഉണ്ടായത്? ഈ മഹല്ലത്തിലെ മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആധികാരികമായി പഠിക്കണം. ഞാൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കല്ല. സത്യം എന്തെന്ന് അറിയാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. സത്യം നമ്മൾ പറയുമെന്ന് പറയുമ്പോഴേക്കും ആലിമീങ്ങളെ കുറ്റം പറയുമെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കല്ലോ വേണ്ടത്. സത്യത്തെ പേടിച്ചാരും ഒളിച്ചോടേണ്ട ആവശ്യമില്ലല്ലോ. സത്യം കയ്യിലുള്ളവനെ ഒളിച്ചോടുന്നത്. സത്യം കയ്യിലുള്ളവൻ ആ സത്യം ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ നേരെ അത് പറഞ്ഞ് നേരെയാക്കുക വേണ്ടത്. അള്ളാഹുവിന്റെ തിരുദൂതൻ അങ്ങനെ സമൂഹത്തെ പഠിപ്പിച്ചത്. 989 സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ചെറിയൊരു ചേരിതിരിവുണ്ടായി. ശരിയാണ്. നേരത്തെ ഇവിടെ ബാലവി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട SMK സൂചിപ്പിച്ചതുപോലെ 6 പേരെ സമത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ശരിയാണ്. എന്തിനാ പുറത്താക്കിയത്? എന്തിന് 6 പേരെ പുറത്താക്കി? ആ ചോദ്യമാണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം. എന്തിന് 6 പേരെ സമത്തിൽ നിന്ന് പുറത്താക്കി? എന്തിനാ വെറുതെ പുറത്താക്കിയത്? 6 പേരെ വെറുതെ സമത്തെ പുറത്താക്കുവോ? 6 ആളുകളെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാരണവുമില്ലാതെ പുറത്താക്കുവോ? പ്രത്യേകിച്ച് കണ്ണിയത്ത് ഉസ്താദ്. ഒരു 10 രൂപ കൊടുത്താൽ അത് ഹലാലോ ഹറാമോ നോക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ ഒരു ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളെ ഒരു സംഘടന പുറത്താക്കുവോ? അങ്ങനെ പുറത്താക്കാൻ ബഹുമാനപ്പെട്ട ഒരു കൂട്ടു നിൽക്കുവോ? എന്താ നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തത്? കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ സമത്തയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഇതിന്റെ മർമ്മപ്രധാനമായ കാരണം നമ്മുടെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ സമത്വക്കകത്ത് ചില ചേരിതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. സമത്വക്കകത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ച ചേരിതിരിവിന്റെ പശ്ചാത്തലത്തിൽ കേരളക്കരയിൽ അവർ ചെയ്ത പ്രവർത്തനം പാണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃത്വത്തെ സ്വാഭാവികമായും എതിർക്കുന്ന ഒരു പ്രവണത കൊണ്ടുവന്നു. പാണക്കാട് കുടുംബത്തെ സമത്വം അംഗീകരിക്കുന്നത് രാഷ്ട്രീയമായിട്ടല്ല, തെറ്റിദ്ധരിക്കരുത്. പാണക്കാട് കുടുംബം പ്രാരംഭ കാലഘട്ടം മുതൽ സമത്വക്കൊപ്പം നിന്നവരാ. മഹാനായ സയ്യിദ് സുലൈമാൻ ബാഫഖി തങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറിൽ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണത്തിന് പങ്കുവഹിച്ച ആളാണ്. വിദ്യാഭ്യാസ ബോർഡിന്റെ ഫണ്ട് ആദ്യമായി ബാഫഖി തങ്ങൾ പ്രസംഗിച്ചിട്ടാണ് സ്വരൂപിച്ചത്. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കണമെന്ന് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് 2 കൊല്ലം മുമ്പ് കാര്യവട്ട സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ബാഫഖി തങ്ങളാണ്. ആ ബാഫഖി തങ്ങളെ സമത്വക്ക് മറക്കാൻ പറ്റൂല. ബാഫഖി തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതും ഇതുമായി ബന്ധമില്ല. ബാഫഖി തങ്ങളുടെ രാഷ്ട്രീയം വരെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ 968 മുതൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം സജീവമായി രംഗത്ത് വരുന്നതിന് മുമ്പ് 968 മുതൽ SYSന്റെ പ്രസിഡന്റാണ്. സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ. ആ പൂക്കോയ തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി. പിന്നീട് പൂക്കോയ തങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് സമത്വക്ക് വല്ല കുഴപ്പമുണ്ടായോ? സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറയിൽ പൂക്കോയ തങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആ പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ, നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, മരിച്ചുപോയ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 1974 മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘം ആദ്യമായി രൂപീകരിക്കുമ്പോ മലപ്പുറം ജില്ലാ SYSന്റെ പ്രസിഡന്റായിട്ടാണ് പ്രാസ്ഥാനിക പ്രവർത്തനം തുടങ്ങുന്നത്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 1974 മലപ്പുറം ജില്ലാ SYSന്റെ പ്രസിഡന്റ്. അന്ന് മലപ്പുറം ജില്ലാ SYS കമ്മിറ്റി ആദ്യമായി രൂപീകരിക്കുന്നത്. അവിടുന്ന് തങ്ങളുടെ തുടക്കം. പിന്നെയാണ് തങ്ങൾ രാഷ്ട്രീയത്തിൽ പോലും സജീവമായി രംഗത്ത് വരുന്ന. ആ കുടുംബത്തിന് സമത്വയുമായുള്ള ബന്ധം അതാണ്. 1973 പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ വെച്ച് SSF എന്ന സംഘടന രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. SSFന്റെ സ്ഥാപക പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ആ ഹൈദർ അലി ശിഹാബ് തങ്ങൾ 1979 പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. എന്തേ രാജിവെച്ചത്? പാണക്കാട്ടുണ്ട് തങ്ങൾ ചോദിച്ചാൽ മതി. പാണക്കാട്ടെ തങ്ങന്മാർ ഒരിക്കലും ഒരു സ്ഥാനം രാജിവെക്കൂല. ദീനിന്റെ സ്ഥാനമാണെങ്കിൽ രാജിവെക്കണമെങ്കിൽ മതിയായ കാരണം ഉണ്ടാവും. 1979 നവംബർ മാസം 6-ാം തീയതി വണ്ണക്കടലാസിൽ രാജി എഴുതി കൊടുത്തുകൊണ്ട് വേദനയോടെ സ്റ്റേറ്റ് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മനുഷ്യനാ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഇന്നും ചോദിച്ചാൽ പറയും എന്താ കാരണം? അദ്ദേഹത്തെ വേദനിപ്പിച്ചു. രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അദ്ദേഹത്തിന് യോജിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഈ സമസ്യയിലുണ്ടായ പ്രശ്നം. അവിടുന്ന് തുടക്കം. എന്തിനെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ SSFന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്? ആ കാലഘട്ടത്തിൽ സമത്വക്കുള്ളിൽ ഒരു രാഷ്ട്രീയ വിങ്ങിനെ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. നിങ്ങൾ പഴയ കഥയൊന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക്
സത്യം വെളിപ്പെടുമെന്നൊരു ഭയപ്പാടല്ല. ഞാൻ പറയുമ്പോ ആരെയും വേദനിപ്പിക്കാനല്ല, ആരെയും എതിർക്കാനല്ല. സമത്വയുടെ പാരമ്പര്യം ദീൻ നടത്തിയ പാരമ്പര്യമാണ്. ദീനിന്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയും സമത്വക്ക് ഉണ്ടായിട്ടില്ല. നാട് ആര് ഭരിക്കട്ടെ ഭരിക്കാതിരിക്കട്ടെ, വോട്ട് ആർക്ക് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അതൊക്കെ അതിന്റെ സമയത്ത് തത്വം പോലെ സൗകര്യം പോലെ ചെയ്യാം. രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഭൂരിപക്ഷ രാഷ്ട്രീയക്കാരും ഒക്കെ സമത്വയിലുണ്ടാവും. ഈ ഇരിക്കുന്ന കൂട്ടത്തിലും പല രാഷ്ട്രീയക്കാരുണ്ടാവുന്ന എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ സമത്വയുടെ പഴയകാല നടപടിക്രമം അങ്ങനെ. ശംസുലും ഒരു കാലത്ത് കോൺഗ്രസിന്റെ സജീവ വക്താവാണ്, ബാബകിതകൾ മുസ്ലിം ലീഗിന്റെ വക്താവാണ്. രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു, ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടിയായിട്ടും സമത്വയായിട്ടും മുന്നോട്ടു. അതിനിടയ്ക്ക് 1974 സമത്വ മുഷാവറിലേക്ക് കയറി വന്ന, ഇന്ന് മറുഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന അഖിലേന്ത്യാ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാന്യദേഹം, നമുക്ക് അദ്ദേഹത്തോട് ഒരു വിദ്വേഷമില്ല കേട്ടോ, ഒരു വെറുപ്പില്ല. വ്യക്തിപരമായി നമ്മളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല, അത്രയുള്ളൂ. സമ്മേളനം കഴിഞ്ഞാൽ വരച്ച് ചത്തുപോകുന്നൊക്കെ പ്രസംഗിച്ചൊന്നല്ല, നമുക്കൊരു പരി പോലും പിടിച്ചിട്ടില്ല. അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അദ്ദേഹം തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് ആദ്യമായി ചെയ്ത പണിത സുന്നി യുവജന സംഘത്തെ, അതുപോലെ തന്നെ SSF ഈ രണ്ടു സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് സമത്വ കേരള ജമിയത്തുലമക്കുള്ളിൽ പാളയത്തിൽ പടം സൃഷ്ടിച്ചു. അത് ശരിയല്ലേ? അയാൾ ആദ്യം ചെയ്ത പണി സമത്വക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന് സമത്വയോട് ആവശ്യപ്പെടുക ചെയ്തു. സമത്വക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. എന്താ കാരണം? സകല പള്ളികൾക്കും കട്ടിൽ വെക്കുന്നതും സകല പള്ളികളും ഉദ്ഘാടനം ചെയ്യുന്നതും പാലക്കാട് തങ്ങന്മാർ, അത് രാഷ്ട്രീയം കൊണ്ടാണ് അവർ തെറ്റിദ്ധരിച്ചത്. അത് അഖിൽ ബൈത്തായതുകൊണ്ടാണ്. അത് സമത്വ കേരള ജമിയത്തുലമ തള്ളിക്കളഞ്ഞപ്പോൾ അവർ മനസ്സിൽ അത് വെച്ചു, പ്രകടമാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിക്കുന്നത്. SPB എന്ന സംഘടന, സുന്നി പാർലമെന്ററി ബോർഡ്. സുന്നികൾക്ക് എന്തിനാ പാർലമെന്ററി ബോർഡ്? സമത്വ കേരള ജമിയത്തുലമയിൽ ഏതാ ശരിയെന്ന് അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. സുന്നികൾക്ക് പാർലമെന്ററി ബോർഡിന്റെ ആവശ്യമില്ല. അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്കും രാഷ്ട്രീയ പാർട്ടിക്കും മാത്രം വേണ്ടതാണ്. സുന്നികൾക്ക് പാർലമെന്ററി ബോർഡ് വേണ്ട. എന്നിട്ട് പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചുകൊണ്ട് പരസ്യമായി അവർ പ്രസ്താവന ഇറക്കി, മുജാഹിദായ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു. മുജാഹിദായ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണം എന്നൊരു തീരുമാനം സമത്വം എടുത്തിട്ടില്ല. സ്ഥാനാർത്ഥികൾ ആരും സുന്നികളായാൽ അത്രയും ഗുണമെന്ന് മാത്രമേ സമത്വം പറഞ്ഞുള്ളൂ. ഇവര് പരസ്യമായി രംഗത്ത് വന്നു. മേപ്പയൂരിൽ AV അബ്ദുറഹ്മാൻ ഹാജി മത്സരിക്കുമ്പോൾ പരസ്യമായി പൊതുയോഗം വെച്ച് പ്രസംഗിച്ചു, AV അബ്ദുറഹ്മാൻ ഹാജിയെ തോൽപ്പിക്കണം, അയാൾ മുജാഹിദാണ്. പരസ്യ പ്രസംഗം. നമ്മൾ ആൾക്കാർ ചെന്ന് ചോദിച്ചു, കൂട്ടരെ AV അബ്ദുറഹ്മാൻ ഹാജി പരാജയപ്പെട്ടാൽ ജയിക്കുന്നതാരാ? കണാരൻ. കണാരൻ സുന്നിയാണോ എന്ന് ചോദിച്ചു. AV അബ്ദുറഹ്മാൻ ഹാജി തോറ്റാൽ കണാരൻ ജയിക്കുന്ന ഉറപ്പല്ലേ? കണാരൻ ജയിച്ചിട്ട് സമസ്തന്റെ മുഷാവരിക്ക് കണാരൻ എടുക്കാൻ പറ്റുമോ? AV അബ്ദുറഹ്മാൻ ഹാജി തോറ്റിട്ടും കണാരൻ ജയിച്ചിട്ടും സമസ്തക്ക് എന്താ വ്യത്യാസമുള്ളത്? അതുകൊണ്ട് തന്നെ അത്തരം വിഷയത്തിൽ നമ്മുടെ ഇടപെടാൻ ആവശ്യമില്ല. PC ഹാജി കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക, CD ഹാജി കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ SSFന്റെ കൊടികെട്ടി പ്രചരണം തോൽപ്പിക്കണം മുജാഹിദാണ്. അന്ന് KV സാദ് ജീവിച്ചിരിപ്പുണ്ട് എടപ്പാട്. KV സാദിനോട് പത്രക്കാർ ചോദിച്ചു, അങ്ങനെ തീരുമാനം സമത്വക്ക് ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. പത്രക്കാർ വിടുമല്ലോ, കുളത്തുണ്ടാക്കലാണ് അവരെ പണി. അപ്പൊ വിദയി പ്രസ്ഥാനക്കാരെ തോൽപ്പിക്കണം എന്നുള്ളത് സമത്വയുടെ നയമല്ലേ എന്ന് ചോദിച്ചു. അത് ഞങ്ങൾ സ്റ്റേജിലും പേജിലും നിർവഹിക്കുന്നുണ്ട്, ഇലക്ഷനിലല്ല നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞു. ഉടനെ പത്രക്കാരൻ ചോദിച്ചു, ഇലക്ഷനിൽ എന്തുകൊണ്ട് തോൽപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചു. KV സാദ് തുറന്നങ്ങോട്ട് പറഞ്ഞു, PC ഹാജി ജയിച്ചു പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ മാലിം മൗലൂദും ചർച്ച ചെയ്യാനല്ല അയാൾ പോകുന്നതെന്ന് പറഞ്ഞു. അത് റോഡും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്ന വേദിയാണ്. റോഡ് വന്നാൽ എല്ലാ വിഭാഗത്തിനും അതിലൂടെ നടക്കാം, അയാൾ റോഡ് കൊണ്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു. വിഷയമില്ലേ അവിടെ? സമത്വ കേരള ജമിയത്തുലമ അത്തരം വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലേ പണ്ട്? ആ ഒരു സമീപനമാണ് സമത്വയുടെ നയം എന്ന് നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണത്തിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഈ ചിന്താഗതി വളർത്തിക്കൊണ്ടുവന്ന അവസാനം എറണാകുളത്ത് വെച്ചൊരു സമ്മേളനം നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ നിന്നാണ് ഇതിന്റെ ഭിന്നത തുടങ്ങുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ ദൃഷ്ടിയിൽ ഈ സന്ദേശം കൂടുതൽ എത്താത്ത പ്രദേശത്ത് തെറ്റി, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കുറച്ച് മുഅല്ലിമീങ്ങൾ വന്ന് ജോലി ചെയ്ത് ഞങ്ങളാണ് സമത്ത എന്ന് പ്രചരിപ്പിച്ച് ശംസുലമയും കണ്ണിയത്തിനെയും ഒക്കെ തള്ളി പറഞ്ഞ്, ഇനി ശംസുലമയും കണ്ണിയത്തിനെയും ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ അവരെ ബഹുമാനിക്കുന്ന പോലെ ഒരു നഗരമൊക്കെ വെച്ച് അവരെ പേരിലൊരു ഫാത്തിഹയൊക്കെ ഓതി, എന്നിട്ട് അവരെ വിരുദ്ധം പ്രവർത്തിക്കുന്ന ആളുകൾ സത്യം മറച്ചു വെച്ച് പ്രവർത്തിക്കുന്ന സമീപനമുണ്ട്. സമത്ത എന്ന് പറയുന്ന രണ്ട് സംഘടന, സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ അതും സമത്ത ഇതും സമത്ത. അവിടെയും പണ്ഡിതന്മാർ ഇവിടെയും പണ്ഡിതന്മാർ, അവിടെയും താടി ഇവിടെയും താടി, അവിടെയും തലപ്പാവ് ഇവിടെയും തലപ്പാവ്, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനൊന്നും ഉണ്ടാവും. നിങ്ങൾ ഹക്ക് ഏത് എന്ന് ശരിക്കും അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ട
സമ്മേളനം വെച്ചതോടുകൂടി ആ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കപ്പെടേണ്ട സ്വാഗത സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട സുന്നിയ സംഘത്തിന്റെ പ്രമുഖരായ ആളുകളെ ഒന്നും വിളിച്ചില്ല. ആ സമ്മേളനത്തിലേക്ക് വിളിക്കുന്നതിൽ നിന്ന് വിലക്ക് കൽപ്പിച്ച ആളുകളിൽ ഒന്ന് നാട്ടിക മൂസ മൗലവിയെ വിളിച്ചില്ല. നിങ്ങളെ ജില്ലയിലെ തൃശൂർ ജില്ലയിലെ SYSന്റെ പ്രസിഡന്റ് PP യൂസഫ് മുസ്ലിയാർ, തൃശൂർ ജില്ലയിലെ SYSന്റെ സെക്രട്ടറി VK കുഞ്ഞഹമ്മദ്, അന്നത്തെ ഈ ജില്ലയിലെ പ്രസിഡന്റ് സെക്രട്ടറി വിളിച്ചില്ല. ഹാമിദ് കോയമത്തങ്ങൾ, പാലക്കാട് ജില്ലയിൽ നിന്ന് CKM സ്വാദിഖ് മുസ്ലിയാർ, എറണാകുളം ജില്ലയിൽ നിന്ന് ബഹുമാനപ്പെട്ട MM മുഹിദ്ദീൻ മൗലവി, AM പരീദ്, ഇങ്ങനെ പ്രമുഖരായ ഒരു നിര പണ്ഡിതന്മാരെ സുന്നീയ സംഘത്തിന്റെ യോഗത്തിലേക്ക് വിളിക്കുന്നില്ല, സ്വസംഘത്തിലേക്ക് അടുപ്പിച്ചില്ല. നാട്ടിക മൂസ മൗലവി ഈ വിവരം മനസ്സിലാക്കി ഇത് ക്രോഡീകരിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ആളുകളെ സ്വസംഘത്തിലേക്ക് വിളിച്ചില്ല? സമത്വ കേരള ജമിയത്തുലമയുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടു. നേതാക്കൾ പറഞ്ഞു, സമത്വയോട് സ്വസംഘം രൂപീകരിക്കുമ്പോൾ അനുമതി വാങ്ങിയിട്ടില്ല എന്ന് സമത്വയുടെ മറുപടി. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ സമത്വയുടെ ഓഫീസിലേക്ക് കത്തയച്ചിട്ടുണ്ട്. സംസ്ഥക്ക് കത്തയക്ക്. സുന്നിയ സംഘം നേരെ ഉസ്താദുമാരെ മുഴുവൻ ക്ഷണിച്ചു കൊണ്ടുവന്നിരുത്തേണ്ടതല്ലേ? നാട്ടിക മൂസ മൗലവി പറഞ്ഞു, ഇത്രയും ആളുകളെ സ്വസംഘത്തിൽ എടുക്കണമെന്ന് നിർദ്ദേശിച്ചു. ഈ ജില്ലയിലെ SYSന്റെ പ്രസിഡന്റ് സെക്രട്ടറി എത്രത്തോളം MKA കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, നിങ്ങൾക്കറിയാലോ, ഈ ജില്ലയിലെ സമത്വയുടെ സ്ഥലമുദ്ര നേതാവ്, അദ്ദേഹത്തെ പോലും സ്വസംഘത്തിൽ ഉൾപ്പെടുത്തിയില്ല. നാട്ടിക ഇവരുടെയൊക്കെ പേരെഴുതിയിട്ട് പറഞ്ഞു ഇവരൊക്കെ സ്വസംഘത്തിൽ എടുക്കണം. അതിന് മറുപടി അവർ കൊടുത്തെന്നറിയോ? പാണക്കാട്ടെന്ന് പറയുന്നത് മാത്രം കേൾക്കുന്ന ആളുകളെ തൽക്കാലം ഈ സ്വസംഘത്തിൽ എടുക്കുന്നില്ല, സമത്വക്ക് മുൻതൂക്കം കൊടുക്കുന്നവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. പാണക്കാട് തങ്ങന്മാർ സുന്നത്യമായത്തിന് മുൻതൂക്കം കൊടുക്കാറില്ലേ? 6 കോലായിൽ കയറി ചെല്ലുമ്പോഴും ഉറുക്കും നൂലും വെള്ളവും കൊടുക്കുന്ന ഒരു തലമുറയെ നമ്മൾ കാണുന്നില്ലേ അവിടെ? ആ മഹാന്മാരായ തങ്ങന്മാരെ ധിക്കരിച്ചുകൊണ്ട് അത്തരം ഒരു വാക്ക് പറയാൻ പാടുണ്ടോ? നാട്ടിക മൂസ മൗലവി അതിൽ പ്രകോപിതനായി. അദ്ദേഹം ഇത്രയും ആളുകളെ വിളിച്ചുകൂട്ടി എറണാകുളത്ത് തന്നെ മധ്യമേഖലാ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു. എറണാകുളത്ത് മധ്യമേഖലാ സുന്നി സമ്മേളനം ഒറ്റ പ്രഖ്യാപനം. മധ്യമേഖലാ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചതോടുകൂടി ആ മധ്യമേഖലാ സുന്നി സമ്മേളനത്തിന്റെ വാർത്താ പത്രത്തിൽ വന്നു, SYSന്റെ സമ്മേളനം മധ്യമേഖലാ സുന്നി സമ്മേളനം. സമത്വ കേരള ജമിയത്തുലമയുടെ കീഴ്ഘടകമായ SYSഉം ആ SYSന്റെ ഭാരവാഹികളായ പരിഗണിക്കപ്പെടാത്ത ആളുകളുടെ മധ്യമേഖലാ സമ്മേളനം. ചുരുക്കത്തിൽ സമത്വയുടെ പേരിൽ ഒരേ സമയത്ത് 2 സമ്മേളനം. അത് അപകടം. നമ്മൾ ഭിന്നിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കക്ഷി സമത്വയാണ്. ഭിന്നിച്ചാൽ അതിന്റെ രൂക്ഷമായ പ്രശ്നം മഹല്ലത്തുകളിൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി സമത്വ കേരള ജമിയത്തുലമയുടെ തലമുതിർന്ന നേതാക്കൾ ചർച്ചയ്ക്ക് മസ്ലഹത്തിന് വഴിയൊരുക്കി. മസ്ലഹത്തിന് വേണ്ടി 2 കൂട്ടരെയും വിളിച്ചിരുത്തി ചർച്ചകൾ നടത്തി. വിശാലമായ ചർച്ചക്കൊടുവിൽ കോഴിക്കോട്ട് സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം വന്നു. ആ യോഗത്തിലേക്ക് സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ പങ്കെടുത്ത ആളുകളോട് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ വികാര നിർഭരമായ ഭാഷയിൽ ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടൊരു പ്രസംഗം ചെയ്തു. 1988 നവംബർ 12 സംഭവം. ശരിക്കും പഠിച്ചോളൂ. 988 നവംബർ മാസം 12 തീയതി കോഴിക്കോട്ട് കൂടിയ യോഗത്തിൽ ശൈഖുന ശംസുലമ വികാര നിർഭരനായ പ്രസംഗം ചെയ്തു. സുന്നികളായ നമ്മൾ ഭിന്നിക്കണം. 2 സമ്മേളനം നമുക്ക് വേണം. നമ്മൾ 2 ചേരിതിരിഞ്ഞ് സമ്മേളനം നടത്തി ഈ വലിയ ശക്തി ഭിന്നിക്കുന്നത് ശരിയുണ്ടോ? നമ്മുടെ കാരണവന്മാർ പ്രയാസപ്പെട്ട് കെട്ടിപ്പടുത്തുകൊണ്ടുവന്ന ഈ സംഘടന ഒന്നിച്ചല്ല നിൽക്കേണ്ടത്. ശൈഖുനായുടെ ആ പ്രസംഗം കേട്ടപ്പോൾ മുഴുവൻ ആളുകളും പറഞ്ഞു 2 സമ്മേളനം വേണ്ട. ആ സദസ്സ് ഒന്നടങ്കം പറഞ്ഞതനുസരിച്ചുകൊണ്ട് 2 സമ്മേളനം നിർത്തിവെച്ചിട്ട്, എന്നാൽ ഇത്രയൊക്കെ മുന്നോട്ട് പോയ സ്ഥിതിക്ക് സമ്മേളനം നടത്താതിരിക്കാൻ പറ്റില്ല, ഒരു സമ്മേളനം നടത്തുക, അതിന് സമത്വ നേതൃത്വം കൊടുക്കുക, ആ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം കുറ്റമറ്റ രീതിയിൽ എല്ലാവരെയും ചേർത്തുണ്ടാക്കുക. 3 തീരുമാനം അവിടെ വെച്ചെടുത്തു. 1, 2 സമ്മേളനം നിർത്തുക, 1 സമ്മേളനം നടത്തുക, വലിയ സമ്മേളനം. അതിന് 2 സ്വാഗത സംഘവും കൂട്ടിച്ചേർത്ത് സംയുക്ത സ്വാഗത സംഘം ഇവിടെ വെച്ച് തന്നെ അടുത്ത ആഴ്ച ഇതേ ഹാളിൽ ഉണ്ടാക്കുക. 3 തീരുമാനം. നല്ല തീരുമാനം. ആർക്കും അതിൽ എതിരഭിപ്രായം പിരിഞ്ഞു. ആ തീരുമാനത്തിലെ 3ാമത്തെ തീരുമാനം നടപ്പാക്കാൻ അടുത്ത ആഴ്ച നവംബർ 19 88 നവംബർ 19 യോഗം വിളിച്ചു. എങ്ങനെ 2 സമത്വം ഉണ്ടായി എന്നാണ് ഞാൻ പറയുന്നത്. 89 നവംബർ 19 യോഗം വിളിച്ചു. ആ യോഗത്തിലേക്ക് 2 കൂട്ടരെയും വിളിച്ചു. ശൈഖുന ശംസുലമ എഴുന്നേറ്റ് പറഞ്ഞു, എറണാകുളത്ത് 2 സമ്മേളനം നടത്തിയാൽ അപകടം വരും, അതുകൊണ്ട് 1 സമ്മേളനം മതി എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് സമ്മേളനം നടത്താനാണ് നമ്മളിവിടെ സ്വാഗത സംഘം രൂപീകരിക്കാൻ പോകുന്നത്. ഇതങ്ങ് പറഞ്ഞ പാടെ, ഇതങ്ങ് കേട്ട പാടെ സുന്നി യുവജന സംഘത്തിന്റെ പ്രതിനിധികളെന്ന് അവകാശപ്പെടുന്ന കുറച്ചാളുകൾ ചാടി എഴുന്നേറ്റ് അവർ പറഞ്ഞു SYSന്റെ സമ്മേളനം നിർത്തിവെക്കൂല. ആരോടാ പറയുന്നത്? പിതാവിനോട് മക്കൾ പറയും പോലെ. ശൈഖുന ശംസുലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, സമ്മേളനം ഞങ്ങൾ നിർത്തിവെക്കൂല. എന്തൊരു സങ്കടകരമായ വാക്ക്. ബഹുമാനപ്പെട്ട സുന്നി തറവാട്ടിലെ കാരണവരായ ശൈഖുനായോട് അങ്ങനെ പറയാൻ പാടുണ്ടോ? പറഞ്ഞു എന്ന് മാത്രമല്ല, ശൈഖുന ശംസുലമ
അവരോട് കർക്കശ ഭാഷയിൽ പറഞ്ഞു, സമത്വയുടെ പേരിൽ 2 സമ്മേളനം പറ്റൂല. സമത്വയുടെ പേരിൽ 2 സമ്മേളനം പറ്റൂല. ഒരു സമ്മേളനം മാത്രമേ അനുവദിക്കൂ. അതിന്റെ സ്വാഗത സംഘം ഇവിടെ വെച്ച് രൂപീകരിക്കും. അതിന്റെ സ്വാസംഘം ഇവിടെ വെച്ച് രൂപീകരിക്കും. അതങ്ങ് കേട്ടപ്പാടെ ഇവർ എഴുന്നേറ്റ് നിയമസഭയിൽ പ്രതിപക്ഷം വോക്കൌട്ട് നടത്തും പോലെ അവർ വോക്കൌട്ട് നടത്തി. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഉസ്താദുമാർക്കെതിരെ ശക്തമായി മുദ്രാവാക്യം വിളിച്ചു. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം, ചരിത്രത്തിൽ ആദ്യമായി സമത്വയുടെ കോഴിക്കോട്ടെ ഓഫീസിൽ ഉസ്താദുമാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്ന് മാത്രമല്ല, മഹാന്മാരായ ഗുരുവര്യന്മാർക്ക് ആ സദസ്സിൽ നിന്ന് പുറത്തു പോകാൻ പോലീസിനെ വിളിക്കേണ്ട ഗതികേട് വന്നു. 1988 നവംബർ 19 സമത്വയുടെ കോഴിക്കോട്ടെ ഓഫീസിൽ നിന്ന് ഉസ്താദുമാർക്ക് പുറത്തേക്ക് പോകാൻ പോലീസിനെ വിളിക്കേണ്ടി വന്നു. ശംസുലമ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. പോലീസ് വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശൈഖുനാ ശംസുലമ പറഞ്ഞു, നിങ്ങൾ ആരെയും പുറത്താക്കണ്ട, ആർക്കെതിരെയും ലാത്തി വീശരുത്, ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ ഒരു വഴി ഉണ്ടാക്കി തന്നാ മതി. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം, മതവിധികൾ പാലിക്കലാണ്. മതവിധികൾ പാലിക്കൽ, അതുപോലെ തന്നെ അദബ് പാലിക്കൽ, ഇത് രണ്ടും ഒപ്പം വന്നാൽ അദബ് പാലിക്കലാണ് മതവിധി പാലിക്കുന്നതിനേക്കാൾ പ്രധാനം. അദബ് പോയിട്ട് മതവിധി പാലിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ട് നോമ്പ് നോറ്റിട്ടും കാര്യമില്ല. ബാപ്പാനെ ധിക്കരിച്ചാൽ, ഉമ്മാനെ ധിക്കരിച്ചാൽ, അദബ് പോയാൽ എല്ലാം പോയില്ലേ? ഉസ്താദിനെ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആകാൻ പറ്റുമോ? ഗുരുനാഥനെ തള്ളി പറഞ്ഞുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റുമോ? മഹാനായ ഗുരുനാഥനാകുന്ന ശംസുലമയും കണ്ണിയത്തും ജീവിച്ചിരിപ്പില്ലേ? ആ ഇതൊരു പക്ഷേ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. കാരണം എന്താ? ഈ സംഭവം നടക്കുന്നത് 1988 88 മുതൽ 2013 25 കൊല്ലായി. 25 കൊല്ലം 25 കൊല്ലം മുമ്പുള്ള കഥയെ ഞാൻ ഈ പറയുന്നത്. 1988 2013 തമ്മിൽ 25 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അന്ന് 1 വയസ്സുള്ള കുട്ടിക്ക് ഇത് അറിയില്ലല്ലോ. 1988 ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 വയസ്സെങ്കിലും ഉള്ള ആൾക്കല്ലേ ഈ കഥ ഓർക്കാൻ പറ്റുള്ളൂ. ഒരു 15 വയസ്സെങ്കിലും അന്നുള്ള ആൾക്ക് ഈ കഥ ഓർക്കാൻ പറ്റുള്ളൂ. അന്ന് 15 വയസ്സുള്ള ആൾക്ക് 25 കൂടി കൂട്ടിയാൽ 40 വയസ്സായി. 40 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാർക്ക് ഈ കഥ അറിയില്ല. ഈ സദസ്സിൽ ഭൂരിപക്ഷവും 40 വയസ്സിന്റെ താഴെയുള്ള ആൾക്കാരാണ്. 40 വയസ്സിന്റെ താഴെയുള്ള ആളുകൾക്ക് 88 കഥ അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വന്നത്. അതാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഈ അറിവില്ലായ്മയാണ് ഇവരിപ്പോ ചൂഷണം ചെയ്ത്. ഞാൻ പിന്നീട് പറഞ്ഞുതരാം. 40 വയസ്സെങ്കിലും 40ന്റെ താഴെയുള്ള ആൾക്കാർക്ക് ഈ ചേരി തിരിഞ്ഞ കഥ അറിയില്ല. അവര് അവിടെയും പണ്ഡിതന്മാർ, ഇവിടെയും പണ്ഡിതന്മാർ, ഇത് അവര് കാണുന്നു. അവർ ഈ ചേരി തിരിഞ്ഞ എങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ചേരി തിരിഞ്ഞു എന്ന് ആദ്യം പഠിച്ച സംഗതിന് ബോധ്യമാവും. അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ആരെങ്കിലും വന്നാലോ, ഓ ഇതാ വരുന്നു ആലിമീങ്ങളെ കുറ്റം പറയാൻ, വലിയ കുഴപ്പമാണ്. എന്നാ പിന്നെ ഇബ്ലീസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റൂല്ലോ. ഏറ്റവും വലിയ ആലിം ഇബ്ലീസല്ലേ. കാനമിനൽ ജിന്നി ഫഫസക അൻ അംരി റബ്ബിഹി. ലോകത്തെ ഏറ്റവും വലിയ ആലിം ഇബ്ലീസാണ്. ഇബ്ലീസിനെ പറയാൻ പറ്റുമോ? നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ പോലും നമ്മൾ ഹനിക്കൂല. ഒരു വ്യക്തിയുടെ അഭിമാനത്തെ പോലും നമ്മൾ ക്ഷതപ്പെടുത്തൂല. ഒരാളെയും വേദനിപ്പിക്കാതെ സത്യവും ചരിത്രവും നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിൽ മുദ്രാവാക്യം വിളിച്ച് ഉസ്താദുമാരെ ഗരാവോ ചെയ്തു. ഉസ്താദുമാർക്കെതിരെ സമരം ചെയ്തു. അതാണ് സമരമാണ് ജീവിതം. അവിടുന്ന് തുടങ്ങിയത് സമരം. ഉസ്താദുമാർക്കെതിരെ സമരം ചെയ്തുകൊണ്ടാ സമരം തുടങ്ങി. അങ്ങനെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഗുരുവര്യന്മാർ പുറത്തു വന്ന വേദനയോടുകൂടി ഈ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്യാൻ 88 ഡിസംബർ 1 മുഷാവറ വിളിച്ചു. മുഷാവറയ്ക്ക് വേണ്ടി ഉസ്താദുമാർ തയ്യാറായി. മുഷാവറയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ ആലോചിക്കാം. അതിന്റെ തലേ ദിവസമൊക്കെ അതിന്റെ ആലോചനാ യോഗം നടന്ന് ഡിസംബർ 1 പ്രഭാതമായപ്പോഴേക്കും കോടതിയിൽ കേസ്. സുന്നീവന സംഘത്തിന്റെ പ്രതിനിധി എന്ന് പറഞ്ഞ ഒരാൾ കോടതിയിൽ കേസ് കൊടുത്തു. അയാൾ കോടതിയിൽ 3 വാദമാണ് ഉന്നയിച്ചത്. 3 വാദം. SYSന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയ ആള് 3 വാദം. 1, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിലനിൽപ്പില്ല, അതിന്റെ പോക്ക് ശരിയല്ല. 2, നേതാക്കളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കണ്ണിയത്തിനെയും ശംസുലമയും വിശ്വാസമില്ല എന്നർത്ഥം. 3, സമത്വയുടെ പ്രവർത്തനം റിസീവറെ ഏൽപ്പിക്കണം. ഈ 3 വാദമാണ് കോടതിയിൽ കൊടുത്തത്. 1, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം നേർവഴിക്കല്ല, അത് ശരിയല്ല, നിർത്തിവെക്കണം, റിസീവർ ഏൽപ്പിക്കണം. ഈ 3 വാദം ഉപയോഗിച്ചുകൊണ്ട് കേസ് കൊടുത്തു. കോടതി ഫയലിൽ സ്വീകരിച്ചു.
കോടതി പറഞ്ഞു മുഷാവറ ചേരാൻ പാടില്ല, കേസ് നടത്തട്ടെ. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്ന് കോടതി പറഞ്ഞു. അതുവരെ മുഷാവറ ചേരാൻ പാടില്ല. ചരിത്രത്തിൽ ആദ്യമായി 988 ഡിസംബർ 1 സമത്തയുടെ മുഷാവറ കോടതി ബ്ലോക്ക് ചെയ്തു. ആ കാലം അത്രയും സമത്ത പ്രവർത്തിച്ചിട്ട് സമത്തയുടെ മുഷാവറക്കെതിരെ ഒരു മുജാഹിദോ ജമാഅത്തോ BJP-കാരനോ RSS-കാരനോ കേസ് കൊടുത്തിട്ടില്ല. സമത്തക്കെതിരെ കേസ് കൊടുത്തു. സമത്തയുടെ മുഷാവറ യോഗത്തിന് വേണ്ടി വാഴക്കാട്ട് വീട്ടിൽ നിന്ന് കണ്ണിയത്ത് പുറപ്പെടാൻ നിൽക്കുമ്പോൾ വിവരം കിട്ടി. കണ്ണിയത്ത് വീട്ടിൽ തന്നെ കയറി. KT മാനു മുസ്ലിയാരും CH ഐദ്രോസ് മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ ചെന്നപ്പോ കണ്ണിയത്ത് കരഞ്ഞിരിക്കുക. കണ്ണിയത്ത് കരയുന്നു. എന്താ കരച്ചത്? മുഷാവറ യോഗം ചേരാൻ പാടില്ല എന്ന് കോടതി വിധിച്ചുല്ലേ? സമത്തക്കെതിരെ കേസ് കൊടുത്തുല്ലേ? ഇനി നമുക്ക് യോഗം ചേരാൻ പാടില്ലല്ലോ. ദീൻ എങ്ങനെ നടത്തും? ജനങ്ങൾക്ക് എങ്ങനെ ദീൻ പറഞ്ഞു കൊടുക്കും? കണ്ണിയത്ത് ഉസ്താദ് സമത്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തനം മുഷാവറ ചേരുന്നതിനെ വിലക്കിയതോടുകൂടി നിർത്തി എന്ന ധാരണയിൽ കരഞ്ഞു അദ്ദേഹം. 1926 മുഷാവറ മെമ്പറായി. ആ മഹാൻ തന്റെ പ്രവർത്തനം സമത്തക്ക് വേണ്ടി വിനിയോഗിച്ചു. കോഴിക്കോട്ട് മുഷാവറ നടക്കുന്ന ദിവസം ആദ്യകാലത്ത് സുബഹിക്ക് അദ്ദേഹം പള്ളിയിൽ വരുന്നത് ഒഴിവാക്കി വീട്ടിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ച് മുഷാവറയുള്ള ദിവസം ഒരു ചൂട്ട് കെട്ടി സുബഹിക്ക് മുമ്പ് പുറപ്പെടും. വാഴക്കാട്ടുന്ന് 40ഓളം കിലോമീറ്ററുള്ള കോഴിക്കോട്ടേക്ക് നടക്കും. ഏതാണ്ട് 20ഓളം കിലോമീറ്റർ എത്തുമ്പോ ബഹുമാനപ്പെട്ടവർ ചുങ്കത്തെത്തും ഫറൂഖിൽ. അവിടെ കയറി സുബഹി നിസ്കരിക്കും. എന്നിട്ടൊരു കട്ടൻ ചായ കുടിച്ച് വീണ്ടും നടക്കും കോഴിക്കോട്ടേക്ക്. മുഷാവറയുള്ള ദിവസം സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് ചൂട്ട് കെട്ടി പുറപ്പെടുന്ന കണ്ണിയത്ത് തന്റെ കാൽ നടന്ന് നിറന്ന് തഴമ്പിച്ച് വേദനിച്ച് അവസാന കാലത്ത് സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് കണ്ണിയത്തിന് എടുത്തു വെക്കേണ്ടി വന്നു. അത്ര കട്ടപ്പെട്ട് സമത്ത മുഷാവറക്ക് വേണ്ടി 1926 മുതൽ കാൽനടയായി സഞ്ചരിച്ച കണ്ണിയത്ത് സമത്തയുടെ മുഷാവറ കോടതി നിർത്തിവെച്ചു എന്ന് പറഞ്ഞപ്പോ ആ കേസ് കൊടുത്തവർക്കെതിരെ വേദനിച്ചുകൊണ്ട് കരഞ്ഞു. സമത്തക്ക് വേണ്ടി കണ്ണിയത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ണിയത്ത് കരഞ്ഞു. അള്ളാഹുവിന്റെ വലിയായ കണ്ണിയത്തിന്റെ കണ്ണുനീർ കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ വീഴ്ത്തിയത് ആ ഒരൊറ്റ ദിവസമാണ്. സമത്തക്ക് വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞു. സമത്ത മുഷാവറ സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞപ്പോ മാൻ മുസ്ലിയാര് വികാര നിർഭരമായി പറയാറുണ്ടേ. അതിന്റെ ഗുരുത്തക്കേട് കണ്ടല്ലോ. അതിന്റെ ഗുരുത്തക്കേട് കണ്ടല്ലോ. നിങ്ങളൊന്ന് പോയി നോക്ക്. പറയുന്നത്ര ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. സമത്തക്കെതിരെ കേസ് കൊടുത്ത ആ സാധു മനുഷ്യൻ, അയാളെ പേരാ കൊടുത്തത്. അയാൾക്ക് കേസ് കൊടുക്കാൻ ആള് വേണല്ലോ. റസൂലുള്ളാഹിന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാല വലിച്ചിടാൻ ആരൊക്കെ കൂടിയാണ്ട് ഒരാളെ ചുമതലപ്പെടുത്തിയല്ലോ എന്നതുപോലെ ഈ കേസ് കൊടുക്കാൻ ഈ സാധുവിനെ ചുമതലപ്പെടുത്തിയത്. ആ സാധുവായ മനുഷ്യൻ, ഒരാൾ മരിച്ചാൽ അയാളെ കുറിച്ച് നല്ലതേ പറയാവൂ. ഉദ്കുറു മഹാസിന മൗതാക്കും. ആ വ്യക്തിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പക്ഷെ ഒരു പാഠം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം, അയാൾ തന്റെ വീട്ടിൽ മരിച്ചു കിടന്ന രംഗം എങ്ങനെയായിരുന്നു ഒന്ന് പോയി നോക്കിയിട്ട് പറ. സമത്തക്കെതിരെ കേസ് കൊടുത്ത വ്യക്തി ഉണ്ടല്ലോ, അയാൾ മരണപ്പെട്ട് കിടന്നിരുന്നത് ഏത് സ്ഥലത്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ പോയി സ്വന്തം കുടുംബക്കാരോട് ഒന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വന്നാൽ കണ്ണിയത്തിന്റെ വേദനയുടെ വില മനസ്സിലാവും. അതിനൊരു കാരണവും കൂടിയുണ്ട്. ഈ മുഷാവറ സ്റ്റേ ചെയ്യപ്പെട്ടപ്പോഴാണ് കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യന്മാരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട്ട് സംഘടിപ്പിച്ച മഹാസമ്മേളനത്തിലും മലപ്പുറത്ത് സംഘടിപ്പിച്ച മഹാസമ്മേളനത്തിലും വന്നുകൊണ്ട് പരസ്യമായി പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മഹാനവറുകൾ ദുആ ചെയ്തുകൊണ്ട് ദുആന്റെ അവസാനത്തിൽ പറഞ്ഞു, സമത്തക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ. ഒരു വല്ലാത്ത വാക്കാ, മുഖം കെട്ടു. സമത്തക്കെതിരെ കേസ് കൊടുത്തവർ അല്ലാഹു മുഖം കെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചതോടുകൂടി ഈ കേസ് കൊടുത്ത വിഭാഗത്തിൽപ്പെട്ട സാധുക്കള് ഒന്ന് പതറി. അവര് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞു, കണ്ണിയത്തിന്റെ ബുദ്ധിക്കെന്തോ തകരാറുണ്ട്, കണ്ണിയത്തിന് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതാണ്, അതുകൊണ്ട് കണ്ണിയത്ത് ഇപ്പൊ പറയുന്ന ആരും അത്ര വിശ്വസിക്കണ്ട. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ കൂട്ടി മലപ്പുറത്ത് യോഗം നടത്തി. മലപ്പുറത്ത് നടന്ന മഹാസമ്മേളനത്തിൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ദുആ ചെയ്ത ശേഷം അദ്ദേഹം പ്രസംഗിച്ചു, ഞാൻ കോഴിക്കോട്ട് വെച്ച് ഇത് പറഞ്ഞപ്പോ എനിക്കാരോ പറഞ്ഞു തന്നതാണ് എന്ന് പലരും പറഞ്ഞു. എനിക്കാരും പറഞ്ഞു തന്നതല്ല. സമത്തക്കെതിരെ കേസ് കൊടുത്തവരെ അല്ലാഹു മുഖം കെടുത്തട്ടെ, അവരെയും അവരഹലുകാരെയും അല്ലാഹു ഖൈറിലാക്കാതിരിക്കുമാറാവട്ടെ. കണ്ണിയത്തിന്റെ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ഗൗരവമല്ലേ പിന്നെ നമ്മൾ കണ്ടത്. സമത്ത കേസ് നടത്തി. ഈ 3 ചോദ്യങ്ങൾക്ക് സമത്തയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശംസുലമ മറുപടി പറഞ്ഞു. സമത്തക്ക് നിലനിൽപ്പുണ്ട്, സമത്തയുടെ നേതാക്കൾ നീതിപൂർവമാണ് ചെയ്തിട്ടുള്ളത്,
അല്ലെങ്കിലും കണ്ണിയത്തിനെയും ശംസുലമയും വിശ്വാസമില്ലാതെ കോടതി പറയാൻ പാടുണ്ടോ? സമത്ത് ശരിക്കും അതിന്റെ രേഖ സമർപ്പിച്ചു. സമത്തക്ക് അനുകൂലമായി വിധി വന്നു. സമത്തക്ക് അനുകൂലമായി വിധി വന്നപ്പോ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ അപ്പോഴേക്കും ഡിസംബറിൽ കേസ് നടത്തി. ജനുവരിയായി, ഒരു മാസം കൊണ്ട് കേസ് ജയിച്ചു. ജനുവരി 16 മുഷാവറ വിളിച്ചു. ജനുവരി 16 മുഷാവറ കൂടിയപ്പോ എല്ലാവരും മുഷാവറ 40 അംഗങ്ങളുണ്ട്. ഈ പുറത്താക്കപ്പെട്ട 6 പേരുണ്ട്. ഈ പുറത്താക്കപ്പെട്ട 6 പേരടക്കം എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും ഇവരെ പുറത്താക്കലാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ശംസുലമയുടെ ലക്ഷ്യമെങ്കിൽ, കോഴിക്കോട് ഓഫീസിൽ ആ ബഹളം വെച്ച സമയത്ത് തന്നെ യോഗം കൂടി പുറത്തായിക്കൂടെ? പുറത്താക്കിയില്ലല്ലോ. മുഷാവറക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തു, അപ്പോഴെങ്കിലും പുറത്തായിക്കൂടെ? പുറത്താക്കിയില്ലല്ലോ. കേസ് സമത്ത് ജയിച്ചിട്ട് മുഷാവറ കുടുംബം പുറത്താക്കിയോ? പുറത്താക്കിയില്ല. എന്താ കാരണം? അതൊക്കെ നേതാക്കൾ ക്ഷമിച്ചു, സഹിച്ചു. പുറത്താക്കാതെ സഹിച്ചു ക്ഷമിച്ച് നന്നാവുന്ന കരുതി നിന്നു. അങ്ങനെ 16 ജനുവരി 16 യോഗത്തില് 89 ജനുവരി 16 യോഗത്തില് 40 പേരുണ്ട്. ഈ പുറത്താക്കപ്പെട്ട 6 പേരുണ്ട്. എല്ലാവരും ചർച്ചയിൽ ഒരു തീരുമാനത്തിലെത്തി. ഇപ്പൊ ഒരു സമ്മേളനം നടന്നാൽ അതിന്റെ പേര് നമ്മൾ രണ്ടാവുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരു സമ്മേളനം കൊണ്ട് നമ്മൾ രണ്ടാവുകയാണെങ്കിൽ സമ്മേളനം വേണ്ട. ഒരു സമ്മേളനം തൽക്കാലം എറണാകുളത്ത് വേണ്ട. നമുക്ക് ഒന്നിച്ചു നിൽക്കാം, ഭിന്നിച്ചു നിൽക്കാനുള്ള ഒരു പണിയും വേണ്ട. ഒരുമിച്ച് നിൽക്കലാണ് നല്ലത്. വല്ലിഫ്തിറാഖുനിക്കുമ, ഭിന്നിച്ചു നിൽക്കൽ തെറ്റാ. ഉറപ്പിച്ചു, മിനിറ്റ്സിൽ എഴുതി. സമ്മേളനം തന്നെ വേണ്ട, ഭിന്നിപ്പ് വേണ്ട. ആ യോഗ തീരുമാനമെടുത്ത് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ സമ്മേളനം നടത്തുന്നില്ലേ എന്ന് ഇവരോട്. കാരണം ചില രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവരെ ഏറ്റെടുത്തിരുന്നു, സ്പോൺസർ ചെയ്തിരുന്നു. ഇവന്റ് മാനേജ്മെന്റ്. അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, മുഷാവറ വിലക്കിയാലും നടത്തും, സമസ്ത മുഷാവറ വിലക്കിയാലും നടത്തും എന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എറണാകുളത്ത് സമ്മേളനം നടത്തിയപ്പോൾ 6 പേർ അതിൽ പങ്കെടുത്തു. മുഷാവറ മെമ്പർമാർ. നേരത്തെ യോഗം ചേർന്ന് സമ്മേളനം നിർത്തിവെക്കണമെന്ന് പ്രമേയം പാസാക്കിയ അതേ യോഗത്തിലെ 6 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അവരെ പേര് നോട്ട് ചെയ്ത് ഫെബ്രുവരി 18 മുഷാവറ കൂടി അവരെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കി പുറത്താക്കിയപ്പോഴും സമത്ത് ഒരു കാര്യം ചെയ്തു, ജനറൽ ബോഡി മെമ്പർഷിപ്പ് നിലനിർത്തി. അതിനാ തിരിച്ചു വരും എന്നാണ് ഗുരുനാഥന്മാർ പ്രതീക്ഷിച്ചത്. 6 പേരെ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കി. എന്തേ പുറത്താക്കാൻ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 2 സമ്മേളനം നടന്നപ്പോ ഒന്നാക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി സംയുക്ത യോഗം വിളിച്ച സ്വാഗത സംഘ യോഗത്തിന്റെ ഓഫീസിലേക്ക് പോലീസിനെ വിളിക്കേണ്ട ഗതികേടുണ്ടാക്കി. മുഷാവറ വിളിച്ചപ്പോ കോടതിയിൽ കേസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുഷാവറ യോഗം ചേർന്ന് സമ്മേളനം നടത്തണ്ടാൻ തീരുമാനിച്ചിട്ട് ധിക്കരിച്ച് നടത്തിയപ്പോ സമത്തെ പുറത്താക്കി. സമത്തന്റെ കയ്യിൽ വല്ല തെറ്റുണ്ടോ പറ? അച്ചടക്ക നടപടി എടുക്കണ്ടേ? ഇങ്ങനെയാകുമ്പോ നമ്മുടെ ഒരു പള്ളി കമ്മിറ്റി യോഗം ചേരുന്നു. ഒരു കാര്യം നമ്മൾ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു. അതിൽപ്പെട്ട ഒരു മെമ്പർ അത് ചെയ്താൽ പിറ്റത്തെ യോഗത്തിൽ ആ മെമ്പറെ പുറത്താക്കൂലേ? അത്രേ ഉണ്ടായുള്ളൂ. ഈ നടപടിക്രമം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാലിച്ചു. പുറത്താക്കിയപ്പോൾ ഇവിടെ പുറത്താക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ പശ്ചാത്തലം, ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പശ്ചാത്തലം, ഇതതിന്റെ പശ്ചാത്തലമാണ്. ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കും. ഒരു കാരണമില്ല. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും ശംസുലമയും നീ പുറത്തു പോകുന്നുണ്ടാ പുറത്തു പോണ്ടേ? പുറത്താക്കിയാൽ തിരിച്ചു അതിന് ഉസ്താദെ തെറ്റുണ്ട്, ക്ഷമിക്കണം എന്നല്ലേ പറയേണ്ടത്? ആരാ കണ്ണിയത്ത്, ആരാ ശംസുലമ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഗുരുത്വം നോക്കണ്ടേ? കണ്ണിയത്ത് ഉസ്താദിന്റെ ശംസുലമന്റെ ശിഷ്യന്മാരെ അപ്പുറത്തുള്ളൂ. ഈ പുറത്താക്കപ്പെട്ട 6 പേരിൽ ഒരാളുടെയും ഗുരുവല്ല, ഒരാളുടെയും ശിഷ്യനല്ല കണ്ണിയത്ത്. ആ 6 ആളുടെയും ശിഷ്യനല്ല ശംസുലമ. എന്നാൽ പുറത്താക്കപ്പെട്ട ആളുകൾ മുഴുവൻ കണ്ണിയത്തിന്റെ ശംസുലമയുടെ ശിഷ്യന്മാരാ. അവ ഉസ്താദാണ് ശിഷ്യന്മാർ. അപ്പൊ ബാപ്പ മക്കളെ പുറത്താക്കിയതാണ്. അവ മക്കളാണ് ഒതുങ്ങേണ്ടത്. ഇനി ഭൂരിപക്ഷം നോക്കാം. 34 ആൾ ഒരു ഭാഗത്ത്, 6 ആളെ പുറത്താക്കി. 34 ആള് എന്ന് പറഞ്ഞാൽ 34 കൂട്ടണ്ട, 32 കൂട്ടിക്കോ. ബാക്കിയുള്ള 2 എണ്ണം മാത്രം മതി. കണ്ണിയത്തും ശംസുലമയും ഒരു ഭാഗത്തും ബാക്കി 38 ആൾ ഒരു ഭാഗത്തുമാണെങ്കിലും ഈ 2-നാണ് വരാൻ. 2 പേരടങ്ങുന്ന കണ്ണിയത്തും ശംസുലമയും ഒരു ഭാഗത്തും ബാക്കി 38 അപ്പുറത്ത് നിന്നാലും ഈ 2 പേർക്കാണ് വരാൻ. അത്ര വലിയ മഹത്തുക്കളാണ് അവർ. പടച്ചിറപ്പ് കടികൊടുത്ത മഹാന്മാർ. അവരെ ശിഷ്യന്മാരെ ബാക്കി 38 ഉള്ളൂ. ആ 38-ൽ ഈ 6 പേരെ പുറത്താക്കുമ്പോ ബാക്കിയുള്ള 34 ആളും ഈ 2 ആളെ കൂടെ നിന്നത്.
34 ആളുകൾ, കണ്ണിയത്ത് ഉസ്താദും അതുപോലെ തന്നെ ശംസുലമയും അടക്കം 34 ആള്, 6 പേരെ പുറത്താക്കി. ആ 6 പേരെ പുറത്താക്കിയപ്പോ അവർ ചെയ്ത പണി എന്താ? അവർ 6 ആള് വേറെ യോഗം ചൂടി 34 ആൾ ഇങ്ങോട്ട് പുറത്താക്കി. ശരിയുണ്ടോ? നിങ്ങൾ ആലോചിച്ച് പറ. അവർ നേരെ ചെന്നത് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന അഭിഭാഷകന്റെ അടുത്തേക്കാണ്. വക്കീലിന്റെ അടുത്ത്, കോഴിക്കോട്ടെ പ്രമുഖനായ വക്കീലാണ് അയാൾ, നല്ല വക്കീലാണ്, കഴിവുള്ള ആളാണ്. കോഴിക്കോട്ടെ പ്രമുഖനായ വക്കീലാണ് അരവിന്ദാക്ഷ മേനോൻ. അരവിന്ദാക്ഷ മേനോന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സമത്വ കേരള ജമിയത്തുലമയുടെ പ്രവർത്തകരാണ്, ഞങ്ങൾക്ക് സമത്വയായി പ്രവർത്തിക്കണം, അതിന് ഞങ്ങൾക്കൊരു സംഘടന ഉണ്ടാക്കണം, ഞങ്ങൾ സമത്വയുടെ പേരിൽ തന്നെ അറിയപ്പെടുകയും വേണം. അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞു, നിങ്ങളെ ഭരണഘടന വേണം. ഒരു ഭരണഘടന കൊടുത്തു. സമത്വയുടെ ഭരണഘടന വായിച്ചു അരവിന്ദാക്ഷ മേനോൻ. വക്കീലല്ലേ, അയാൾക്ക് വേഗം മനസ്സിലാവുമല്ലോ. സമത്വയുടെ ഭരണഘടനയിൽ ഒരു ക്ലോസ് ഉണ്ട്. ഏത് യോഗം ചേരുകയാണെങ്കിലും മിനിമം കോറം 10 മുഷാവറ മെമ്പർമാർ വേണം. ജനറൽ ബോഡിക്കും 10 വേണം, മുഷാവറക്കും. മുഷാവറ 40 അല്ല, 30 ആൾ ആബ്സെന്റ് ആണെങ്കിലും 10 ആൾക്ക് തീരുമാനം എടുക്കാം. 31 ആൾ ആബ്സെന്റ് ആയ 9 ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ മുഷാവറയുടെ മിനിമം കോറം 10 ആണ്. അരവിന്ദാക്ഷ മേനോൻ പറഞ്ഞു കൊടുത്തു, ഈ ഭരണഘടന വായിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വായിച്ചാൽ കിട്ടും ഭരണഘടനയിൽ. നിങ്ങൾ 6 പേരേ ഉള്ളൂ, 10 പേരില്ലാതെ യോഗം ചേരാൻ തന്നെ പറ്റില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ മുഷാവറ ഉണ്ടാക്കുക? നിങ്ങൾ 6 അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചേക്കും, നടക്കൂല, കോടതിയിൽ ജയിക്കൂലെന്നോ. അപ്പൊ അവര് പറഞ്ഞു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഒരു വക്കീൽ ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഒരു വക്കീൽ ബുദ്ധി പറയാൻ എന്താ? വക്കീൽ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്, നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുക, സമത്വ എന്നുള്ള പേരാണ് ഉപയോഗിക്കുക. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞങ്ങളും സമത്വയെന്ന് പറയാം, അത് പറയുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഞങ്ങളും സമത്വയാണെന്ന് പറയാം. അതിന്റെ പേരിൽ ഒരു കേസ് വന്നാൽ കോടതിയിൽ ആ കേസ് എത്ര പോകും, അത്ര കാലം നിങ്ങൾക്ക് ആ പേര് ഉപയോഗിക്കാം. ഇനി അഥവാ ആ പേര് നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം കോടതി തന്നാൽ അപ്പൊ ആ പേരിന്റെ കൂടെ വേറെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ മതി. ഉടനെ ഇവർ അതനുസരിച്ചൊരു മുഷാവറ ഉണ്ടാക്കി. വക്കീല് പറഞ്ഞു കൊടുത്ത കുറച്ച് മുമ്പേ തന്നെ ഇവർ ചെയ്തു. ഇവർ വേഗം പോയി സമത്വ കേരള സുന്നി ജമിയത്തുലമ രജിസ്റ്റർ ചെയ്തു, അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമയും രജിസ്റ്റർ ചെയ്തു. 2 രജിസ്ട്രേഷൻ ഇപ്പൊ അവരുടെ കയ്യിലുണ്ട്. വിവരാവകാശ പ്രകാരം പകർത്തിയാൽ നിങ്ങൾക്കൊക്കെ അതിന്റെ കോപ്പി ഇട്ടു. നിഷേധിക്കാനേ തന്നെ അവർക്ക് കഴിയില്ല. സമത്വ കേരള സുന്നി ജമിയത്തുലമ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുലമ 2 സംഘടന രജിസ്റ്റർ ചെയ്ത് അവിടെ വെച്ചു. പേര് സമത്വ കേരള ജമിയത്തുലമ എന്ന് പറയാനും തുടങ്ങി. ഇവര് സമത്വ കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോ നമ്മൾ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമയോട് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങളൊക്കെ SKSന്റെ പ്രവർത്തകരായി അന്ന് സജീവ രംഗത്തുള്ള സമയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഇവരിങ്ങനെ ഈ പേര് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അതിന് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബോധ്യായി. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, കേസ് കൊടുത്തൂടെ? അദ്ദേഹം പറഞ്ഞു, എടോ, കേസ് കൊടുത്താൽ വക്കീല് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ഇദ്ദേഹം വിളിച്ചു പറയാം. കേസ് കൊടുത്താൽ അവർ സുപ്രീം കോടതി വരെ പോകും. കൊല്ലം എത്ര എടുക്കും? ഈ സമുദായത്തിന്റെ പണം എത്ര ചെലവാകും ആ കേസ് തീർപ്പാക്കാൻ? ഇപ്പൊ KNMMന്റെ കേസ് നമ്മളുകളിലെ തീർപ്പായിട്ടില്ലല്ലോ. എന്ന പോലെ അങ്ങനെ പോകും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേസിൽ നമ്മൾ ജയിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ സമത്വ എന്നുള്ള പേര് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ആ പേരിന്റെ കൂടെ ചെറിയൊരു ഭാഗം കൂട്ടിച്ചേർത്ത് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ അന്തം വിട്ടുന്നു. അപ്പൊ ശൈഖുന പറഞ്ഞു, എടോ, സമത്വ കേരള നായർ മഹാസഭ സമത്വ ഇല്ലേ എന്ന് ചോദിച്ചു. സമത്വ കേരള നായർ മഹാസഭ ഉണ്ടല്ലോ, എന്ന പോലെ ഒരു ചെറിയ പേര് കൂട്ടിയാൽ ഉപയോഗിക്കാവുന്നുള്ളൂ. കേസ് ജയിച്ചാലും അത്രേ ഉണ്ടാവും. സത്യം അതുപോലെ അവർ സമത്വ കേരള സുന്നി ജമിയത്തുലമ രജിസ്റ്റർ ചെയ്തല്ലോ. അപ്പൊ കേസ് കൂടിയിട്ട് ഫലമില്ല എന്നാണ് അർത്ഥം. അതാ നമ്മൾ കേസ് കൊടുക്കാത്തത്. ആ പേരിന്റെ കൂടെ ഒരു ചെറിയ വരി ചേർത്താൽ മതി. സമത്വ പിന്നെയും പറയാം. സമത്വ കേരള നായർ മഹാസഭ കേരളത്തിലുണ്ട്, സമത്വ കേരള സാഹിത്യ പരിഷത്ത് കേരളത്തിലുണ്ട്. ഇത് സമത്വ തന്നെയാ. ആ ഭാഗം അങ്ങനെ വരും. ജനങ്ങൾ പറഞ്ഞു പഠിച്ച ഈ പേര് അവർ മതവേദിയിൽ ഉപയോഗിക്കും. ചോദിച്ചാൽ പറയും, ഞങ്ങൾ സമത്വ കേരള സുന്നി ജമിയത്തുലമയാണ്, സമത്വ കേരള ജമിയത്തുലമ അല്ല എന്ന് പറയും. ഈ അവസ്ഥ വരും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്നാലും ഇതുകൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ശൈഖിന് അത് കുറെ കഴിയുമ്പോൾ മാറിക്കോളും. അതിന് അദ്ദേഹം ഒരു കഥ പറഞ്ഞു. പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോഴിക്കോട് കുതിരവട്ടത്ത് മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ വന്നു. മാനസിക രോഗികളെ ചികിത്സിക്കുന്ന കുതിരവട്ടത്തെ മാനസിക മെന്റൽ ഹോസ്പിറ്റലിൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. നെഹ്റു വന്നപ്പോ കലക്ടറുണ്ട്, പ്രോട്ടോകോൾ ഓഫീസർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. സെല്ലിൽ കിടക്കുന്ന രോഗികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ചില രോഗികൾ ചിരിച്ചു, ചിലർ കരഞ്ഞു, അവർക്ക് എന്ത് നെഹ്റു. അവസാനം അത്യാവശ്യം സുഖമായ ഒരു സെല്ലിലെ കുറച്ച് കുട്ടികളുണ്ട്.
അവർ രോഗം സുഖമായി നാട്ടിൽ പോകാൻ നിൽക്കുക. രോഗികളൊക്കെ സുഖമായി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോയാൽ മതി, മെച്ചുവറായിട്ട് നടത്തും. അവർക്ക് ബോധമുണ്ട്. അവരോട് ചെന്നിട്ട് അവരെ കാണിച്ചിട്ട് ചാച്ചാ നെഹ്റുവാണ് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണെന്ന്. അപ്പൊ അതിൽപ്പെട്ട സുഖമുള്ള ഒരാള് പറഞ്ഞു, അത് ഇവിടെ വരുമ്പോ പലരും പ്രസിഡന്റാണ് പ്രധാനമന്ത്രിയാണെന്നൊക്കെ പറയും, പോകുമ്പോക്കൊക്കെ സുഖയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കഥ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞിരുന്നു. സമത്തയുടെ പ്രസിഡന്റാണ് സെക്രട്ടറിയാണെന്നൊക്കെ പലരും പറയും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് സുഖമാകുന്നതിന്റെ അർത്ഥം. അല്ലെങ്കിലും എന്റെ മുമ്പിൽ നിൽക്കുന്ന ദീനീ ബോധമുള്ള ചെറുപ്പക്കാരൊന്ന് പഠിക്ക്. എന്താണ് ഈ ചെയ്ത പ്രവർത്തനം? ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ ഇരുന്ന കസേരയും ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് ഇരുന്ന കസേരയും. കണ്ണിയത്ത് ഉസ്താദ് 989 ജീവിച്ചിരിപ്പുണ്ടല്ലോ. 89 കഴിഞ്ഞ് 90, 91, 92, 93. 93 കണ്ണിയത്ത് ഉസ്താദ് മരിച്ചു പോകുന്നത്. 93 വരെ ഇവർ ഈ സംഘടന കൊണ്ടുനടന്നില്ലേ? അതിന്റെ ശേഷം നമുക്ക് വേറെ പറയാം. കണ്ണിയത്ത് ജീവിച്ചിരിക്കുമ്പോ പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവന്നു. എന്ത് തെറ്റാ കണ്ണിയത്ത് ചെയ്തത്? നിങ്ങൾ 6 ആള് കൂടി 34 ആളെ പുറത്താക്കിയപ്പോ 34 2 കണ്ണിയത്തും ശംസുലമയല്ലേ? കണ്ണിയത്തല്ലായിരുന്നു സമത്തിന്റെ പ്രസിഡന്റ്? 22 കൊല്ലം ആ പ്രസിഡന്റ് ആയിരുന്ന കസേര, 63 കൊല്ലം മെമ്പറായിരുന്ന കസേര. നമ്മുടെ ഉസ്താദ് ഗുരുവര്യനായ കണ്ണിയത്ത് ഉസ്താദ് 63 കൊല്ലം മെമ്പറായി മുല്ലക്കോയ തങ്ങളെ കാലം മുതൽ ഇരുന്ന ആളാ. അങ്ങനത്തെ ഒരേ ഒരു മനുഷ്യനെ 89 ജീവിച്ചിരിപ്പുള്ളൂ. മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ സമത്തയിൽ മുല്ലക്കോയ തങ്ങളെ ദുആ കാമിയും പറഞ്ഞ ഒരു മനുഷ്യനെ ജീവിച്ചിരിപ്പുള്ളത് കണ്ണിയത്ത് ഉസ്താദാണ്. ആ കണ്ണിയത്ത് ഉസ്താദ് ഇരുന്ന കസേര 63 കൊല്ലം അദ്ദേഹം മെമ്പറായിരുന്ന കസേര, 22 കൊല്ലം പ്രസിഡന്റ് ആയിരുന്ന കസേര. ആ കസേരയ്ക്ക് ഒരാളെ കയറ്റിയിരുത്തി. അയാള് ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യനാ. ശംസുലമയുടെ 4 കൊല്ലത്തെ ശിഷ്യൻ ഇരുത്താൻ പാടുണ്ടോ? ഇരുന്ന ആളെ കുറിച്ച് നമുക്ക് അഭിപ്രായത്യാസമൊന്നുമില്ല. എന്തിനും അവസരം കിട്ടുമ്പോൾ കയറി ഇരിക്കരുത് എന്ന് മാത്രം. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലമയുടെ സീറ്റിലായിരുന്നത് വേറൊരാൾ. ആ ഇരുന്ന ആളോ ശംസുൽ ഉലമ മുഷാവറിൽ വന്ന് 23 കൊല്ലം കഴിഞ്ഞിട്ട് മുഷാവറിൽ വന്ന ആളാ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ശിഷ്യൻ KK അബൂബക്കർ ഹസ്രത്തിന്റെ ശിഷ്യനാ. ശരിയുണ്ടോ? ചിന്തിക്കാൻ പാടുണ്ടോ? ഈ നടപടിക്രമത്തിൽ കണ്ണിയത്തിന് എന്താ തെറ്റുപറ്റിയത്? ശംസുൽ ഉലമക്ക് എന്താ തെറ്റുപറ്റിയത്? നിങ്ങൾ പറ. ആ 2 മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോ എന്തിനാ ശംസുൽ ഉലമ മരിച്ചപ്പോഴാ? 1996 എന്ന് പറഞ്ഞാൽ 89 മുതൽ 96 7 കൊല്ലമുണ്ട്. ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന 7 കൊല്ലം എന്തിനാ വേറെ സംഘടന കൊണ്ടുവരുന്നത്? എന്നിട്ട് ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോയാൽ കണ്ണിയത്തിന്റെ മതക് പറയും, ശംസുൽ ഉലമന്റെ മതക് പറയും, ഞങ്ങളാ സമത്താൻ തോന്നിക്കും. കണ്ണിയത്തിനെതിരെ കേസ് കൊടുത്തു. കണ്ണിയത്തിനെ വേദനിപ്പിച്ചില്ലേ? കണ്ണിയത്ത് ഉസ്താദിന് അത്തും വിത്തുമാണെന്ന് പറഞ്ഞില്ലേ? കണ്ണിയത്ത് ഉസ്താദിന് ഉപ്പും ചാക്ക് പോലെ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഇത് മുഴുവൻ പറഞ്ഞിട്ട് ആ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഫാത്തിയോതി ദ്വാരക്ക് എന്തിന് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ? വാഴക്കാട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് നടന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് ഞങ്ങൾ നടത്തുമെന്ന് ഇവർ പ്രഖ്യാപിച്ചു. എപ്പോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് പ്രഖ്യാപിച്ചു. എന്റെ ശബ്ദം കേൾക്കുന്നവർ മനസ്സിലാക്കണം. കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് ഇവര് നടത്തുമെന്നറിഞ്ഞപ്പോ സംഘടനാപരമായി നമ്മൾ ആരും അതിൽ ഇടപെടാൻ പോയില്ല. കാരണം സംഘടനാ കാര്യമല്ലല്ലോ. കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട്ടെ പള്ളിയിൽ മരിച്ചു കിടക്കുന്നു. മരിച്ചിട്ട് 20 കൊല്ലമായി 19 ഉറൂസ് നടന്നു. ഈ 19ാമത്തെ ഉറൂസും നമ്മൾ ശരിക്കും നടത്തി, നമ്മളെ കയ്യിൽ പങ്കെടുത്തു. ആ ഉറൂസ് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവരെ വക ഒരു ഉറൂസ് പ്രഖ്യാപനം. ഇവർ ഉറൂസ് നടത്താൻ തീരുമാനിച്ചു. കൂട്ട സിയാറത്തിന് വരുന്നു എന്ന് പറഞ്ഞു. കൂട്ട സിയാറത്തിന് വരുന്നു എന്ന് പറഞ്ഞ് ഈ വിവരം അങ്ങ് പുറത്തായപ്പോ നാളെ കൂട്ട സിയാറത്താണ് ഇവരെ സിയാറത്ത് എന്ന് പറഞ്ഞപ്പോ എവിടെ നിന്നോ 2000-ഓളം പ്രവർത്തകർ അവിടെ സജ്ജരായി. ആരും അറിയിപ്പ് കൊടുത്തിട്ടല്ല, സംഘടനാപരമായി അനൗൺസ്മെന്റോ പത്രത്തിൽ വാർത്തയൊന്നുമില്ല. 2000-ഓളം പ്രവർത്തകർ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാം മുൻപിൽ പ്രവർത്തകരാണ് നിരന്നു. നമ്മുടെ പ്രവർത്തകര് അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? കേസ് കൊടുത്ത് വേദനിപ്പിച്ച് കണ്ണിയത്തിനെ ബുദ്ധിമുട്ടിച്ച നിങ്ങൾ എന്തിനാ സിയാറത്തിന് വരുന്നതെന്ന് ചോദിച്ചു. ഇവര് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിനെ ബന്ധപ്പെട്ടു. എപ്പോഴും മുസ്ലിം പ്രശ്നത്തിൽ മുസ്ലിം വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവുണ്ട് അവിടെ. ആരാവട്ടെ, നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹം ശരിക്കും ഇവർക്ക് സിയാറത്ത് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും പോലീസ് കൊടുക്കുന്ന ഉറപ്പ് കൊടുത്തു. ഇവർ അനൗൺസ് ചെയ്തു, നമ്മുടെ മന്ത്രി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, ഷെയ്ഖുനായി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, നമ്മൾ എന്തായാലും കണ്ണിയത്തിന്റെ മക്കാമ് സിയാറത്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നായിട്ട് പുറപ്പെട്ടു. പോലീസിന്റെ ഫോഴ്സ് വന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് പോലീസ് വന്നത്. നമ്മളെ 2000 പ്രവർത്തകരെ കണ്ടു. 2000 പ്രവർത്തകരെ കണ്ടപ്പോ ഡിവൈഎസ്പി വന്നിട്ട് ഇതൊരു അപകടകരമായ നിൽപ്പാണ്, വലിയ കുഴപ്പമുണ്ടാവുമെന്ന് മനസ്സിലാക്കി. നമ്മുടെ പ്രവർത്തകർ പറഞ്ഞു, മഹാനായ റഈസുൽ മുഹഖഖീഖിന്റെ മക്കാമിലേക്ക്
അവർക്ക് സൗകര്യമുള്ളപ്പോൾ ഓരോരുത്തരായിട്ട് വന്നോട്ടെ. സംഘടനാപരമായി കണ്ണിയത്തിനെതിരെ കേസ് കൊടുത്ത് കണ്ണിയത്തിനെ വേദനിപ്പിച്ച് കണ്ണിയത്ത് ഉസ്താദിനെ കരയിപ്പിച്ച ആൾക്കാർ സംഘടനാപരമായി സിയാറത്ത് നടത്തി മുതലെടുക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. ഡിവൈഎസ്പി അപ്പോഴാ വിഷയം മനസ്സിലാക്കണേ. മോളിൽ നിന്ന് ഇങ്ങനെ സമ്മർദ്ദം വരും അവർക്ക് സിയാറത്തിന് കൊടുക്കാൻ. ഡിവൈഎസ്പി ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. മലപ്പുറം ഡിവൈഎസ്പി വന്നിട്ട് ചോദിച്ചു. അപ്പൊ ഡിവൈഎസ്പി കാര്യം ചോദിച്ചു, ഇയാൾ എത്ര കൊല്ലായി മരിച്ചിട്ടെന്ന് ചോദിച്ചു. 20 കൊല്ലായി. എത്രാമത്തെ ഉറൂസാ? 19ാമത്തെ ഉറൂസ്. 19 ഉറൂസ് ആരാ നടത്തിയെന്ന് ചോദിച്ചു. ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇക്കൊല്ലം ഉറൂസ് നടത്തി. ഇവരിപ്പോഴാ ഉറൂസ് നടത്തുന്നത്. അപ്പൊ അവരോട് പോയി ഡിവൈഎസ്പി ചോദിച്ചു, ഇയാൾ മരിച്ചിട്ട് എത്ര കൊല്ലായി എന്ന് ചോദിച്ചു. 20 കൊല്ലായി. 93 മരിച്ചു. ഇപ്പൊ 2013 20 കൊല്ലായി. എത്രാമത്തെ ഉറൂസാന്ന് ചോദിച്ചു. 19ാമത്തെ ഉറൂസാണ്. നിങ്ങളെ എത്ര ഉറൂസ് നടത്തി? ഞങ്ങൾ ഈ ഉറൂസേ നടത്തിയുള്ളൂ. 18 ഉറൂസും നിങ്ങൾ നടത്താഞ്ഞെന്ന് ചോദിച്ചു. മറുപടി ഇല്ല. 18 ഉറൂസ് നടത്താൻ നിങ്ങൾ എന്തിനാ 19ാമത്തെ ഉറൂസ് നടത്താൻ വരുന്നതെന്ന് ചോദിച്ചു. അതിനും മറുപടി ഇല്ല. എന്നാ തിരിഞ്ഞു പോകുന്നു. ഞങ്ങൾക്ക് ഇന്ന രാഷ്ട്രീയ നേതാവ് ഉറപ്പ് വന്നിട്ടുണ്ട്. ആ ഉറപ്പ് 19 ഉറൂസുമില്ലാത്തവരോ 18 ഉറൂസുമില്ലാത്തവരോ ഉറപ്പ് ഇപ്പോൾ ഉറപ്പില്ല, തിരിച്ചു പോയിക്കോന്നു. അപ്പൊ ഞങ്ങൾക്ക് സിയാർത്ത് ചെയ്യേണ്ടി വെച്ചു. നിങ്ങളെ പള്ളിയിൽ നിന്നാണ് സിയാർത്ത് ചെയ്താൽ മതിയാണ് ഡിവൈഎസ്പി. പള്ളിയിൽ സിയാർത്ത് എടുക്കുമല്ലോ ഡിഎസ്പിക്ക് അറിയില്ലോ. തിരിച്ചണ് വിട്ടു. വെച്ച ചോറ് പോലും ബാക്കിയാ വേണ്ടി വന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും കാര്യം പഠിച്ചിട്ട് വ്യക്തമായി പറഞ്ഞു 18 ഉറൂസ് നടത്താത്ത ആൾക്കാർ എന്തിനാ 19ാമത്തെ ഉറൂസിന് വന്നത്? നമ്മൾ സംഘടനാപരമായി നേരിട്ടതല്ല, മറിച്ച് കണ്ണിയത്തിന്റെ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തതാ ഇത്രയും ആളവിടെ വരുത്താൻ. കണ്ണിയത്ത് ഉസ്താദ് മനസ്സ് വെച്ചാൽ അവർക്ക് നേരെ പോയിക്കൂടെ? കണ്ണിയത്ത് ഉസ്താദ് മനസ്സ് വെക്കാത്തോണ്ടല്ലേ ആ മക്കാമൊക്കെ അവർക്ക് പോകാൻ കഴിയാതെ വന്നത്. അപ്പോഴാ ഞങ്ങൾ അവരോട് പറഞ്ഞത്, കണ്ണിയത്തിനെ വേദനിപ്പിച്ചിട്ട് പിന്നെ ഒരു ഉറൂസ് നടത്തിയിട്ട് കാര്യമില്ല. മുസാബ് കക്കാൻ ഒന്നുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ. വല്ല പ്രയോജനമുണ്ടോ? കണ്ണിയത്ത് ഉസ്താദിനെ ഇതുവരെ കേസ് കൊടുത്ത് വേദനിപ്പിച്ചിട്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കാമിൽ പോയി ഉറൂസ് നടത്തിയിട്ട് എന്താ കാര്യം? ആ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ കേരളത്തിൽ അവരുണ്ടാക്കി. അതിനുശേഷം അവർ ചെയ്ത ഓരോ പ്രവർത്തനവും കൂടെ നോക്ക്. നമ്മുടെ മഹാന്മാരായ നേതാക്കൾ നടന്ന വഴികൾ നോക്ക്. അവരിപ്പോ സമൂഹത്തിൽ വന്ന് പ്രചരിപ്പിക്കുന്ന എന്താ? ആഗോള പര്യടനം നടത്തിയിട്ടുണ്ട്, ഇന്ന നേതാക്കളൊക്കെ ഉണ്ട്, ഇത്ര പണക്കാര് പിന്തുണച്ചിട്ടുണ്ട്, വലിയ വലിയ മഹാന്മാര് പിന്തുണച്ചിട്ടുണ്ട്, ഇന്ന ശേഖന്മാര് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ അറബികളുടെ പ്രതാപം, പണത്തിന്റെ പ്രതാപത്തല്ലേ. നമ്മളൊക്കെ ഒന്നേ മനസ്സിലാക്കിയുള്ളൂ, ദീനിന്റെ വിഷയത്തിൽ അളവുകോല് പ്രതാപമല്ല. ദീനിന്റെ വിഷയത്തിൽ അളവുകോൽ എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തിയല്ലോ. നബി തങ്ങൾ പ്രബോധനം തുടങ്ങിയപ്പോ നബി തങ്ങൾ സത്യവാനാണോ കള്ളവാനാണോ എന്നറിയാൻ സംശയം. നബി തങ്ങളെ സംശയിക്കുന്ന ഒരു രാജാവ് ഹിറാക്ലിയസ്, ഹിർക്കൽ ചക്രവർത്തി, തന്റെ കൊട്ടാരത്തിലേക്ക് നബി തങ്ങളെ കുറിച്ച് ചോദിക്കാൻ അബൂ സുഫിയാനെ വിളിച്ചു. അബൂ സുഫിയാനെ വിളിച്ചിട്ട് ഹിർക്കൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ? അഖ്ബിറൂനി അൻ അത്ബാഇഹി മൻഹും, മുഹമ്മദ് എന്ന പ്രവാചകനെ പിന്തുണക്കുന്ന ആളുകൾ ആരാണ് എന്ന് എന്നോട് പറയും. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? മുഹമ്മദ് നബി അഖ്ബിറൂനി അൻ അത്ബാഇഹി മൻഹും, ആരാണ് മുഹമ്മദിനെ പിന്തുണക്കുന്നവരിൽ ഭൂരിപക്ഷവും? അബൂ സുഫിയാൻ